7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ 13th ചാപ്റ്റർ പേഴ്സൻസ് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് നമുക്കറിയാം അല്ലേ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഇത്ര എന്താണ് പെർസെൻറ്റേജ് വില കുറവുണ്ട് എന്നൊക്കെ പറയില്ലേ. ഷർട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുരിദാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്താണ് ഈ ഡ്രസ്സിന് ഇത്ര പെർസെൻറ്റേജ് 30% വിലക്കുറവുണ്ട് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ആ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ബൈ 100 ആണ് കേട്ടോ. ഓക്കെ, പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 100 ആണ് അല്ലേ, ബൈ 100 വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിഡക്ഷൻ പറയാണ് അല്ലെങ്കിൽ ഇത്ര ശതമാനം കുറവ് പറയുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് നമ്മളത് കണ്ടുപിടിച്ച ശേഷം ആ എന്താണ് തന്ന ആ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഇത്ര കൂടുതൽ കിട്ടി, നമുക്ക് ഇത്ര ശതമാനം കൂടുതൽ കിട്ടി, ഇത്ര പെർസെൻറ്റേജ് ഇത്ര കൂടുതൽ ഒരു തരും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്? പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. റിഡക്ഷൻ പറയുമ്പോൾ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഓണത്തിന് എന്താണ് ഈ ഹാൻഡ്ലൂം ക്ലോത്ത്സിന് 30% റിഡക്ഷൻ ആണ് അല്ലേ, പ്രൈസ് ഓഫ് ഹാൻഡ്ലൂം ക്ലോത്തിന്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് റിഡക്ഷൻ ഫോർ 3750 rupees വർത്ത് ഓഫ് ക്ലോത്ത്സ് എന്ന് ചോദിച്ചത്. അപ്പോൾ എത്ര ശതമാനം, അതായത് എത്ര റിഡക്ഷൻ ആണ് ഈ ഡ്രസ്സിന് ഉള്ളത് എന്നാണ്. അതായത് 3750 rupeesന് ഈ ക്ലോത്ത് വാങ്ങിയാൽ, ഹാൻഡ്ലൂം ക്ലോത്തിലെ കൈത്തറി വസ്ത്രങ്ങളിലെ അത് വാങ്ങിയാൽ എത്ര വിലക്കിഴിവ് കിട്ടുന്ന ചോദിച്ചിരിക്കുന്നത്, വിലക്കുറവ് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം? 3750 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3750 ഇൻറ്റു പിന്നെ 30% അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3750 ഇൻറ്റു 30% ബൈ 100 ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക? കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക? റിഡക്ഷൻ ആണ് അല്ലേ. അപ്പോൾ 3750 മൈനസ് ആ കിട്ടിയ ഉത്തരം എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3750 ഇൻറ്റു 30% അല്ലേ. അപ്പോൾ 30% ബൈ 100 ആക്കിയിട്ടില്ലേ, 30 ബൈ 100 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3750 ഇൻറ്റു 30 എന്ന് പറയുന്നത് മുകളിലുള്ള സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുമെങ്കിലും എന്താണ് ഇത് മുകളിലേക്ക് പെട്ട സംഭവമാണ് അല്ലേ, ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ 3750 ഇൻറ്റു 30 ബൈ 100 അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഡിനോമിനേറ്ററിൽ 0 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു 0 ഇവിടെ വെട്ടിപ്പോവാം. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ഈ 0യും നമുക്ക് എന്താക്കുക? ഈ 0യും വെട്ടി. ഓക്കെ, ഇനി 0 ഉണ്ട് മുകളിലും താഴത്തും ഉണ്ട് അല്ലേ, ഈ സൈഡിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെട്ടി. ഇനി എന്താണ്? ഈ 0യും നമ്മൾ വെട്ടി അല്ലേ. മുകളിൽ 0 ഉണ്ടെങ്കിൽ താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിപ്പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ, അത് ഒരു ഷോർട്ടാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ, വെട്ടിപ്പോകുന്ന ക്യാൻസലേഷൻ മെത്തേഡ്. അപ്പോൾ 0 ഉണ്ടെങ്കിൽ നമുക്ക് 2 താഴെയും ഉണ്ടെങ്കിൽ വെട്ടിപ്പോവാം. അപ്പോൾ ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 375 ഇൻറ്റു 3. ഓക്കെ, 375 ഇൻറ്റു 3 ആണ് അല്ലേ. അപ്പോൾ 375 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈക്വൽ ടു നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 375 ഇൻറ്റു 3 ഈക്വൽ ടു 1125 rupees കിട്ടില്ലേ. അപ്പോൾ വിലക്കിഴിവ് എത്രയാണ്? 1125 rupees ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞ റിഡക്ഷൻ ആണെങ്കിൽ -7 ആണെന്നുള്ളത് പറഞ്ഞില്ലേ. അതായത് 30% നിങ്ങൾ എന്താക്കുക? ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം അല്ലേ. ഒരു വിലക്കിഴിവ് എത്രയെന്നേ ചോദിച്ചിട്ടുള്ളൂ, ലാസ്റ്റ് എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചില്ല അല്ലേ. അങ്ങനെ എന്താണ് എത്ര കൊടുക്കണം എന്ന് ചോദിച്ചാൽ എന്താക്കുക? നിങ്ങൾ ചെയ്യുക 3750 മൈനസ് 1125 ചെയ്യുക. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ എത്ര വാട്ട് ഈസ് റിഡക്ഷൻ ഫോർ 3750 rupees വർത്ത് ഓഫ് ക്ലോത്ത് എന്നാണ്. അപ്പോൾ 3750 rupeesനോട് എത്ര റിഡക്ഷൻ ഉണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ടോട്ടൽ റിഡക്ഷൻ എത്രയാണ്? 1125 rupees. ഓക്കെ, ദെൻ ഇനി എന്താ ഇവിടെ പറഞ്ഞെന്ന് നോക്കിയേ. അടുത്തൊരു ഇത്, ഇവിടെ അടുത്ത ചോദ്യം നോക്കിയാൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു വർഷത്തിൽ 9% ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 7500 rupees ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗ വുഡ് ഗോട്ട് ആഫ്റ്റർ 1 year, ഈ ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 7500ന്റെ 9% ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ ആ പലിശ മാത്രമാണ് നമുക്ക് കിട്ടുക അല്ല, നമ്മൾ കൊടുത്ത പൈസ കൂടി കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ആ കിട്ടിയ ഉത്തരത്തിനോട് എന്താക്കണം? ഈ 7500നോട് ആ കിട്ടിയ ഉത്തരം പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 7500 ഇൻറ്റു 9/100 അങ്ങനെ ചെയ്യുക അല്ലേ. നോക്കുക അവിടെ ചെയ്ത് 7500 ഇൻറ്റു 9/100 അല്ലേ. അങ്ങനെ നമുക്ക് ചെറുതാക്കിയപ്പോൾ ഈ 0 ക്യാൻസൽ ആക്കാം. എന്നിട്ട് എന്താ 9 × 75 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 675 എന്ന് കിട്ടി.
പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എത്ര റിഡക്ഷൻ എന്താണ് 1 വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും ആ പലിശയും കൂടെ കിട്ടുക അല്ലേ. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 7,500 + 675 = 8,175 rupees. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 9% കാണാന്ന് പറഞ്ഞാൽ ആ തന്ന നമ്പറിനോട് ഇൻറ്റു 9/100 ചെയ്യുക കേട്ടോ. ദെൻ ഇനി ഇവിടെ നോക്കിയാൽ പെർസെൻറ്റ് 50% ആസ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ 50/100 ചെയ്ത് അല്ലേ. റെഡ്യൂസ്ഡ് ഫോം സ്മോളസ്റ്റ് ഫോമിൽ എങ്ങനെ ചെയ്താ ഇത് ക്യാൻസൽ ചെയ്തു അല്ലേ. 0 ഉണ്ട് 0 ഇവിടെ അല്ലേ. അത് ക്യാൻസൽ ചെയ്താൽ 5/10 ഉണ്ടാവും. 5/10 എന്താണ്? 5 ഒരു പ്രാവശ്യം ബൈ 10 എത്ര പ്രാവശ്യമാണ്? 5 2 അല്ലേ. അപ്പോൾ 1/2. അപ്പോൾ അതാണ് ഇവിടെ 1/2. ദെൻ 25% നമുക്ക് എങ്ങനെ ചെയ്യാം? 25 ഒരു പ്രാവശ്യം 100 എത്ര 25 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 1/4. ദെൻ ഇനി 75/100 അല്ലേ. അപ്പോൾ 75/100 നമുക്ക് എങ്ങനെ ചെയ്താൽ ഫ്രാക്ഷൻ 75/100 ചെയ്താൽ അല്ലേ. അപ്പോൾ 75/100 എഴുതുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്താൽ 75/, അപ്പോൾ നമുക്ക് 75/100 ചെയ്തു അല്ലേ. 75%. അപ്പോൾ 75 25 എത്ര വർഷം ഉണ്ട്? 75 3 അല്ലേ. പിന്നെ 100 എത്ര 25 ഉണ്ട്? 4. അപ്പോൾ 3/4. ദെൻ 20/100 20% പറയുമ്പോൾ 20/100 ആണ് അല്ലേ. ദെൻ 20/100 എന്ന് പറയുമ്പോൾ 0 ക്യാൻസൽ ആക്കുക. അപ്പോൾ 2/10 അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ 2 എത്ര പ്രാവശ്യം 1, പിന്നെ 10 എത്ര 2 ഉണ്ട്? 5 അല്ലേ. അതാണ് 1/5 എന്ന് എഴുതി കേട്ടോ. ഓക്കെ. ദെൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ഇനി. An electronic manufacturer sells some of their older models at reduced prices as shown in the table below. എന്താണ്? ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചർ വിൽക്കുകയാണ് അല്ലേ. അവരുടെ പഴയ മോഡൽ സാധനങ്ങളൊക്കെ എന്താക്കുകയാണ്? അയാൾ വിൽക്കുമ്പോൾ എന്താണ്? പൈസ കുറച്ചാണ് വിൽക്കണം അല്ലേ. റിഡ്യൂസ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ടേബിളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ്. ഇപ്പോൾ എന്താണ്? ലാപ്ടോപ്പിന് ഒറിജിനൽ പ്രൈസ് ശരിക്കും എത്രയാണ്? 65,000 ആയിരുന്നു അല്ലേ. അപ്പോൾ റിഡക്ഷൻ 10% കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ മൊബൈൽ ഫോണിൽ 25,000 ആണ്. അതുപോലെ റിഡക്ഷൻ 20% ആണ്. ഈ സ്മാർട്ട് വാച്ചിനോ ഒറിജിനൽ പ്രൈസ് എത്ര? 12,000 ആണ്. റിഡക്ഷൻ 30%. അപ്പോൾ ഈ റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഒറിജിനൽ പ്രൈസിൻ്റെ. അപ്പോൾ അതൊക്കെ കുറവാണ് അല്ലേ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ട് കറക്റ്റ് പ്രൈസ് ഓഫ് ഈച്ച്. അപ്പോൾ ഓരോന്ന് കറക്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? കറൻറ്റ് പ്രൈസ് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? അത് ലാപ്ടോപ്പ് വെക്കുമ്പോൾ ശരിക്കുള്ള പൈസ 65,000 ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒരുണ്ടാക്കി കുറവിട്ടുണ്ട് അല്ലേ. എത്ര പെർസെൻറ്റേജ്? 10% എന്താണ് കുറവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പം കുറവാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം? നമുക്ക് 65,000 × 10% കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ. അപ്പോൾ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് എന്താണ്? നമുക്ക് ഒറിജിനൽ പ്രൈസിൽ നിന്ന് എന്താക്കണം? കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കോളം വരയ്ക്കുക അല്ലേ. ഇനി ഇവിടെ എന്താക്കുക? നിങ്ങൾ ഫ്രാക്ഷൻ ഫോം എഴുതുക. അപ്പോൾ നമ്മൾ എന്താക്കി? 65,000 × 10%. അപ്പോൾ 10/100 അല്ലേ. പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താക്കുക? കിട്ടിയ അതിനോട് അങ്ങോട്ട് by100 അങ്ങോട്ട് എഴുതുക കേട്ടോ. 10% ആണെങ്കിൽ 10/100, 30% ആണെങ്കിൽ 30/100, 5% ആണെങ്കിൽ 5/100 കേട്ടോ. അതുകൊണ്ട് എന്താക്കുക? ഇങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒറിജിനൽ പ്രൈസിനോട് ഈ പെർസെൻറ്റേജ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒറിജിനൽ പ്രൈസിനോട് 65,000 ഇൻറ്റു ആ പെർസെൻറ്റേജ് എന്താ? 10 ആണ് അല്ലേ. 10/100 എഴുതി അല്ലേ. ഓക്കെ. ഇതെങ്കിൽ നമുക്ക് എന്താക്കുക? ഈ മുകളിൽ എത്ര 0 ഉണ്ട്, താഴെ എത്ര 0 ഉണ്ട് നോക്കുക. ഓരോ 0യും ക്യാൻസൽ ചെയ്യുക. കൂടുതലുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യരുത്. മുകളിലും താഴത്തും ഉണ്ടെങ്കിൽ ഈക്വൽ ലെവലാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. അത് മുകളിൽ 0 ഉണ്ട്, അതേപോലെ എന്താ താഴെയും ഉണ്ട് അല്ലേ. അത് രണ്ടും ക്യാൻസൽ ആക്കി. ദെൻ ഓക്കെ. ദെൻ അടുത്തത് ഇവിടെ ഒരു 0 അല്ലേ. പിന്നെന്താ? ഇവിടെ ഒരു 0. ഓക്കെ. ഇനി 0 മുകളിലുണ്ട്, പക്ഷെ താഴെ ഉണ്ടോ? അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്? 6,500 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ വരുന്നിരിക്കുന്നത് എന്താണ്? = 6,500 എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? റിഡക്ഷൻ പ്രൈസ് ആണ് അല്ലേ. ഇനി നമ്മൾ എന്താണ്? ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് കുറവെന്നല്ല പറഞ്ഞത്. അപ്പോൾ കുറഞ്ഞ പൈസയാണ് എന്ത്? 6,500 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 65,000നോട് ഈ 6,500 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്? കറൻറ്റ് പ്രൈസ് = എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. കറൻറ്റ് പ്രൈസ് = അങ്ങനെ ഏതാ? 65,000 മൈനസ് 6,500. ഓക്കെ. ഇത് എഴുതുക ആദ്യം. കറൻറ്റ് പ്രൈസ് = എന്താക്കുക? 65,000 മൈനസ് 6,500 എഴുതുക. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് നമുക്ക് എന്താ ഉത്തരം കിട്ടുക?
ആൻസർ. അപ്പോൾ നമ്മൾ ആൻസർ എന്താ? കറണ്ട് പ്രൈസ് 65,000 മൈനസ് 6,500 ചെയ്താൽ എത്ര കിട്ടുക? 58,500 റുപ്പീസ് ആണ് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. പെർസെൻറ്റേജ് വെച്ചിട്ട് മറ്റേ ഒറിജിനൽ പ്രൈസിനോട് പെർസെൻറ്റേജ് എന്താക്കുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ പ്രൈസ് കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ കുറച്ചുണ്ടെങ്കിൽ എന്താക്കുക? നമ്മൾ ആദ്യത്തെ പ്രൈസിനോട് ഇപ്പോൾ കിട്ടിയ ഉത്തരത്തിനോട് എന്താ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? 58,500 റുപ്പീസാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ. ഇനി നെക്സ്റ്റ് മൊബൈൽ ഫോണിൻ്റെ ചെയ്യണം അല്ലേ? രണ്ടാമത്തെ മൊബൈൽ ഫോണാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ആദ്യം എങ്ങനെയാണ്? മൊബൈൽ ഫോൺ എഴുതുക. എന്നിട്ട് കറണ്ട് ഒറിജിനൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 25,000 എഴുതുക. റിഡക്ഷൻ 20% ആദ്യം എഴുതാം. എന്നിട്ട് എന്താക്കുക? അതേപോലെ തന്നെ 25,000 ഇൻറ്റു 20/100 എഴുതുക. എന്നിട്ട് ആദ്യം അത് കണ്ടുപിടിക്കുക. എന്നിട്ട് കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 25,000 മൈനസ് ഇവിടെ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുക. അപ്പോൾ എന്താണ് ആൻസർ? അതായിരിക്കും കറണ്ട് പ്രൈസ് മൊബൈൽ ഫോണിൻ്റെ. നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം 25,000 ഇൻറ്റു 20/100 എഴുതിയില്ലേ? ഇനി സീറോകളുണ്ട്, ക്യാൻസൽ ആക്കി പോവാം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സീറോ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സീറോ ഉണ്ട്. ആ സീറോ മുകളിലും താഴത്തും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ സീറോയും ക്യാൻസലായി. ഇനി ഇവിടെ സീറോ ഉണ്ട്. ഓക്കെ, അത് ക്യാൻസലാക്കി. ഇതവിടെ സീറോ അല്ലേ? ഓക്കെ, അപ്പോൾ 2 സീറോയും ക്യാൻസലായി. ഇനി മുകളിൽ സീറോ ഉണ്ട്, പക്ഷേ താഴെ സീറോ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻസൽ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 2,500 അല്ലേ? അപ്പോൾ ഈ ഇതിനുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2,500 ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. സീക്വൽ ടു അത് എഴുതുക. 2,500 ഇൻറ്റു 2. ഓക്കെ, ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എന്താ എഴുതാം നമുക്ക്? ഇസ് ഈക്വൽ ടു 2,500 എന്ന് പറയുമ്പോൾ എത്ര? 2,500 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാ? 5,000 അല്ലേ? അപ്പോൾ 5,000 എഴുതുക. ഓക്കെ, ഇനി നമ്മളെന്താണ്? കറണ്ട് പ്രൈസ് കാണണം അല്ലേ? കറണ്ട് പ്രൈസ് ഓഫ് മൊബൈൽ ഫോൺ ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം നമുക്ക്. ആദ്യം എഴുതുക. കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു current price is equal to നമുക്ക് നമ്മൾ ആദ്യത്തെ ഒറിജിനൽ പ്രൈസ് എന്തായിരുന്നു? ഒറിജിനൽ പ്രൈസിനോട് ഇപ്പോൾ കിട്ടിയ പ്രൈസ് മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 25,000 ആയിരുന്നു അല്ലേ? അപ്പോൾ 25,000 മൈനസ് എത്രയാണ്? അപ്പോൾ നമുക്ക് റിഡക്ഷൻ എന്താ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത്? 5,000 അല്ലേ? അപ്പോൾ നമ്മൾ 5,000 എഴുതുക. ദെൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? 25,000 5,000 കുറച്ചാൽ എത്രയാണ്? യെസ്, 20,000 അല്ലേ? ഇസ് ഈക്വൽ ടു 20,000. അപ്പോൾ എത്രയും എന്താണ്? 20,000 റുപ്പീസാണ് എന്ത് വരുന്നത്? നമ്മളെ ഈ കറൻറ്റ് പ്രൈസ്. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ വില എത്ര വെച്ചപ്പോൾ 20,000 ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്മാർട്ട് വാച്ചിൻ്റെ അല്ലേ? സ്മാർട്ട് വാച്ചിൻ്റെ എത്രയാണ്? 12,000 ആണ് ഇപ്പോഴത്തെ പ്രൈസ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? റിഡക്ഷൻ്റെ 30%. ഓക്കെ, അപ്പോൾ 30% എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? 12,000 ഇൻറ്റു 30/100 ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക നമ്മൾ ചെയ്യേണ്ടത്? കറണ്ട് പ്രൈസിനോട് എന്താക്കുക? നമുക്ക് ഈ കിട്ടിയ ഉത്തരം മൈനസ് ചെയ്യുക അല്ലേ? അതായിരിക്കും നമ്മൾ ആൻസർ. ഓക്കെ, ഇൻറ്റു 30/100 എഴുതുക അല്ലേ? സ്മാർട്ട് വാച്ചിൻ്റെ ആണ്. ഇപ്പോൾ 12,000 ഇൻറ്റു 30/100 എഴുതി. നമുക്ക് എന്താ? ഈ സീറോ മുകളിലുണ്ട്, താഴെയുണ്ട്, ക്യാൻസൽ ചെയ്ത് ഈ സീറോയും ക്യാൻസൽ ആയി. ഇനി ക്യാൻസൽ ചെയ്യാൻ എന്താണ്? താഴെ സീറോ ഇല്ല അല്ലേ? മുകളിൽ സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? ഈസ് ഈക്വൽ ടു 12,000 ഇൻറ്റു 12,000 ആണ് സീറോ ക്യാൻസൽ ആയി. അപ്പോൾ 1,200 ആണ് അല്ലേ? അപ്പോൾ 1,200 ഇൻറ്റു 3. ഓക്കെ, ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്ക് 3,600 കിട്ടും അല്ലേ? 3,600 കിട്ടും. ഓക്കെ, 1,200 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഈ 0 കൊണ്ട് എഴുതി. 2 3s are 6, 1 ഇൻറ്റു 3 3 അല്ലേ? അപ്പോൾ 3,600 കിട്ടും അല്ലേ? ഇനി നമുക്ക് എന്താ? റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ കറണ്ട് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? 12,000 3,600 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? കറണ്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു എത്രയാ? 12,000 മൈനസ് 3,600. ഓക്കെ, 3,600 എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എന്ത് കിട്ടും?
അപ്പോൾ നമുക്ക് കിട്ടി 8400 റുപ്പീസ് കിട്ടിയില്ലേ. അപ്പം സ്മാർട്ട് വാച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? 8400 റുപ്പീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ബിസിനസ്മാൻ ഡൊണേറ്റ്സ് 2% of his monthly profit to charity. In a certain month he got 25,000 rupees as profit. How much of this did he donate to charity? അപ്പോൾ ഒരു ബിസിനസ്മാനെ എന്താക്കി ഡൊണേറ്റ് ചെയ്യുകയാണെന്ത് അയാളുടെ മന്ത്ലി പ്രോഫിറ്റ്, അയാൾക്ക് മാസത്തിൽ ഇത്ര പ്രോഫിറ്റ് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2% എന്താണ് 2% അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മാസത്തിലുള്ള പ്രോഫിറ്റിൻ്റെ 2% 2% ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ചില മാസത്തിൽ ഇൻ സർട്ടൻ മന്തിൽ അയാൾക്ക് 25,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടാറുണ്ട്. 25,000 റുപ്പീസ് എന്താണ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2% പ്രോഫിറ്റ് എന്താണ് ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 25,000 റുപ്പീസ് കിട്ടുന്ന ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിൽ അയാൾ എത്ര രൂപ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2% 25,000ൻ്റെ 2% കാണാൻ എന്താ ചെയ്യേണ്ടത്? 25,000 × 2/100 എന്ന് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആ പെർസെൻറ്റേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അയാൾ ആ പ്രോഫിറ്റും പിന്നെ ആ കിട്ടിയതും കൂടി കൊടുക്കുകയല്ലല്ലോ. ആ പൈസേൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് എന്താണ് ഡൊണേറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പൈസേൻ്റെ ഇത്ര പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് 25,000 × 2/100 ചെയ്താൽ മതി അല്ലേ. എന്നിട്ട് എന്താക്കുക, അതാണ് ഉത്തരം വരുന്നത് അല്ലേ. മറ്റേത് എന്താണ് അയാൾ ആ പ്രോഫിറ്റും അതുപോലെ എന്താണ് ആ പെർസെൻറ്റേജും കൂടി കൊടുക്കുന്നില്ലല്ലോ അയാൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആ പെർസെൻറ്റേജ് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ 25,000 × 2/100 എന്ന് ചെയ്യാം. അപ്പം 25,000 × 2/100. ഓക്കെ, ഈ സീറോയും മുകളിലുള്ള സീറോയും ക്യാൻസൽ ആക്കാം. ഓക്കെ, പിന്നെ ഒരു സീറോയും കൂടി ക്യാൻസൽ ആക്കാണ്ട് ഈ സീറോയും ക്യാൻസൽ ആക്കി. ഓക്കെ, ദെൻ പിന്നെന്താ വരുന്നത് നോക്കിയേ. 25,000 × 2/100 സീറോയും സീറോയും ക്യാൻസൽ ആക്കിയാൽ എന്താണ് ബാക്കിയുള്ളത്? 215 × 2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതുക 250 × 2 എന്ന് എഴുതുക. 250 × 2 is equal to എത്രയാണ്? 250 × 2 എത്രയാണ്? 500 അല്ലേ. 500. അപ്പോൾ 500 റുപ്പീസാണെന്ത് അയാൾ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലേ. 25,000 രൂപ പ്രോഫിറ്റായി ലഭിക്കുന്ന മാസങ്ങളിൽ അയാൾ എത്രയാണ് ചാരിറ്റിക്ക് കൊടുക്കുന്നത്? 500 രൂപ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സൺസ് ഏർണിങ്സ് ബിറ്റ്വീൻ 2.5 lakhs and 5 lakhs annually must pay 5% of this as income tax. How much income tax should a person with annual income 3.5 lakhs pay? എന്താ അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താ അവിടെ പറയുന്നത്? പേഴ്സൺസ് ഏർണിംഗ് ബിറ്റ്വീൻ 2.5 lakh and 5 lakh ആനുവലി. എന്താണ്? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ള ആൾക്കാരെന്താണ് 5% ഇൻകം ടാക്സ് അടയ്ക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്രയാണ്? 3.5 lakh ശമ്പളം ഉണ്ടെങ്കിൽ ആൾക്ക് 3.5 lakh വർഷത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ അയാൾ എത്ര പെർസെൻറ്റേജ് അയാൾ ഇൻകം ടാക്സ് അടയ്ക്കണം? പെർസെൻറ്റേജ് 5% പറഞ്ഞില്ലേ. അത് എത്ര അടയ്ക്കണം, എത്ര രൂപ അടയ്ക്കണം എന്ന് ചോദിച്ചാൽ 3.5 lakh വരുമാനമുള്ള ഒരാൾ എന്താണ് എത്ര രൂപ എന്താണ് ഇൻകം ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? 5% ആണെന്ത് അല്ലേ. അപ്പോൾ 2ൻ്റെയും 5.5ൻ്റെയും 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലാണല്ലോ അല്ലേ. അപ്പോൾ 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലല്ലേ ഈ എന്താണ് 3.5 വരുന്നത് അല്ലേ. 2.5ൻ്റെയും 5ൻ്റെയും ഇടയിലാണ് എന്ത് 3.5 lakh വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 5% തന്നെ ഇവർ അടയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3.5 lakh × 5/100 എന്ന് എഴുതാദ്യം അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 3,50,000 × 5/100 അല്ലേ. ഇനി നമുക്ക് എന്താക്കാം? സീറോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ആക്കാം അല്ലേ. മുകളിലൊരു സീറോ, താഴെയുള്ളൊരു സീറോ. ഓക്കെ, ഇനി ഒരു മുകളിലൊരു സീറോ മുകളിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും താഴെ വെട്ടിയിരിക്കണം കേട്ടോ. വെട്ടിയന്നെ വെട്ടും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി വേറെ നമ്പർ ഇല്ല അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 3,500 × 5 ആണല്ലോ അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഈക്വൽ ടു 3,500 × 5. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക?
അപ്പോൾ നമുക്ക് എന്തിട്ട് 17,500 റുപ്പീസ് എന്താക്കണം അയാൾ വർഷത്തിൽ എന്താണ് ഇൻകം ടാക്സിന് അടയ്ക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പേഴ്സൺസ് ഏണിംഗ് ബിറ്റ്വീൻ 5 and 10 lakhs should pay 5% of 5 lakhs and 20% of excess over 5 lakhs. How much income tax should a person with the annual income 7.5 lakhs pay? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറയുന്നത് അറിയോ? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വരുമാനമുള്ള ആൾക്കാർ എന്താണ് ഈ 5 lakhs വരെ 5% എന്താക്കുക ഇൻകം ടാക്സ് അടയ്ക്കണം. അതിൻ്റെ ബാക്കിയുള്ളത് എത്രയാണ്? 20% എന്താണ് 5 lakhsന് കൂടുതൽ വരുന്ന ആ തുക ഉണ്ടല്ലോ, ആ തുകേൻ്റെ 20% എന്താണ് ഇൻകം ടാക്സിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹൗ മച്ച് ഇൻകം ടാക്സ് ഷുഡ് എ പേഴ്സൺ വിത്ത് ആനുവൽ ഇൻകം 7.5 lakh ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ 7 ലക്ഷം വരുമാനമുള്ള ആനുവൽ വരുമാനമുള്ള ഒരാൾ എത്ര ഇൻകം ടാക്സ് അടയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 5 lakhs. ഇപ്പം 5-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ആൾക്കാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 5-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ 5 lakhsന് എന്താണ് 5%, ബാക്കി വരുന്ന ആ ലാക്സിന് എന്താണ് 20% എന്താക്കണം ഇൻകം ടാക്സ് അടയ്ക്കണം എന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുക എങ്ങനെയാണ്? അവിടെ ഇപ്പോൾ എത്ര തന്നിരിക്കുന്നത്? 7.5 അല്ലേ പറഞ്ഞിരിക്കുന്നത്, 7 ലക്ഷമാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഈ 7 നമുക്ക് എന്താക്കുക? ആദ്യം 5 എന്ന് എഴുതുക അല്ലേ. 5 പ്ലസ് പിന്നെ എന്താക്കുക 2.5 അല്ലേ. 5-ന് എന്താക്കുക? അപ്പൊ നമുക്ക് 7 എന്താക്കുക 5ഉം 2.5 ആക്കി മാറ്റി അല്ലെ. അപ്പൊ 5 lakh ആണെങ്കിൽ എന്താണ് 5 lakhന് 5% അല്ലേ. അപ്പൊ 5 lakhന്റെ 5% ആദ്യം കാണുക, പ്ലസ് പിന്നെന്താണ് 2.5 അല്ലേ ബാക്കിയുള്ളത് 7-ല് 7.5 ഇപ്പൊ 2.5 അല്ലെ. 2.5 ഇൻറ്റു എത്ര 20% പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പൊ 20% കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കുക 7 lakh 7.5 lakh അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7.5 lakhന് നമുക്ക് എന്താ ഇങ്ങനെ എഴുതുക ആദ്യം. ഓക്കെ അല്ലെ, 7,80,000 അല്ലേ. 7.5 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ എത്ര 7,50,000 ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഇതിനെ നമുക്ക് എന്താക്കുക ആദ്യം 5 lakh പ്ലസ് പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ എഴുതുക. ഓക്കെ, 5 lakhന്റെ എന്താ ഒരു പറഞ്ഞിരിക്കുന്നത് 5 lakhനാണെങ്കിൽ 5%ഉം ബാക്കിയുള്ളതിന് 20% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക ഇതിനെ ഇങ്ങനെ എഴുതുക അല്ലേ. ഇസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 5/100. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി 5 lakhന് 5% അല്ലേ പറഞ്ഞത്. ഇപ്പോൾ 5 lakh ഇൻറ്റു 5/100 എഴുതി, പ്ലസ് പിന്നെ ബാക്കിയുള്ളതിന് 20%. ഇപ്പോൾ ബാക്കിയുള്ള എത്രയാണ് 2,50,000 അല്ലേ ഇൻറ്റു 20% പറയുമ്പോൾ 20/100. ഇനി നമുക്ക് എന്താക്കാം സീറോസിൻ്റെ ക്യാൻസൽ ആക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 0 നമ്മൾ കിടക്കുന്ന ഈ 0യും മുകളിലും താഴത്തുള്ള ക്യാൻസൽ ചെയ്യുക അല്ലേ. ഇനി ഈ 0യും ഈ 0യും ഈ 0യും ഈ 0യിലെല്ലാം ക്യാൻസൽ ചെയ്യാൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും പോകല്ലേ, എന്താണ് ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത് ഇപ്പുറത്ത് അല്ലേ ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഇൻറ്റു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 0യും പിന്നെന്താണ് ഈ താഴെയുള്ള 0യും ക്യാൻസൽ ആക്കുക. പിന്നെ ഇതാ ഇവിടെ മുകളിലൊരു 0 ഉണ്ട്, താഴെയുള്ളൊരു 0യും ഓക്കെ ക്യാൻസൽ ചെയ്തു അല്ലേ. ഇനി ബാക്കി എന്താണ് ഇവിടെ ഉള്ളത്? ബാക്കിയുള്ളത് നമുക്ക് എന്താ പറയുക എത്രയുള്ളത് 5,000 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 5 പ്ലസ് പിന്നെന്താണുള്ളത് 2,500 അല്ല എത്ര വരിക 25,000 അല്ലേ. 25,000 ഇൻറ്റു 2 ഓക്കെ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 5 എത്രയാണ് 25,000 അല്ലേ. അപ്പോൾ 25,000 പ്ലസ് 25,000 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 50,000 അല്ലേ. 50 പിന്നെ 1000 ഓക്കെ. ഇനി രണ്ടും കൂടി പ്ലസ് ചെയ്യുക അല്ലേ. രണ്ടും കൂടി പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 25,000 പ്ലസ് 50,000 എന്ന് പറഞ്ഞാൽ എത്രയാണ് 75,000 അല്ലേ. 75,000 ഇതിൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ ദെൻ അപ്പം 7.5 lakh ആനുവലായിട്ട് വരുമാനമുള്ള ഒരാൾ എന്താണ് എത്ര ടാക്സ് കൊടുക്കണം? 75,000 ടാക്സ് വർഷത്തിൽ കൊടുക്കണം അല്ലേ. ഓക്കെ
അപ്പം ഇത്രയും റുപ്പീസാണ് എന്താക്കേണ്ടത്, അയാൾ ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗമൊക്കെ മനസ്സിലാക്കുക. അത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 30% എന്ന് പറയുമ്പോൾ 30/100 ചെയ്യുക, 20% പറയുമ്പോൾ 20/100 ചെയ്യുക, 5% പറയുമ്പോൾ 5/100% വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനോട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ താങ്ക് യു. എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. സം അതർ പേഴ്സൻ്റ്, ഇത് നമ്മൾ പെർസെൻറ്റേജ് പോലെ നമ്മൾ പഠിച്ചില്ല, മുകളിലതൊക്കെ നമ്മൾ ചെയ്തു. എന്താണ് അതിൻ്റെ ഇത് കാണാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണാം കേട്ടോ. ദെൻ സം അതർ പേഴ്സൺസ് എങ്ങനെയാണെന്ന് നോക്കിയേ, വേറെയും നമുക്ക് പേഴ്സൺസ് ഉണ്ട് അല്ലേ. നമ്മളിതുവരെയും മണീൻ്റെ മാറ്ററിലല്ലേ നമ്മളിതുവരെയും എന്താണ് എത്ര പേഴ്സൻറ്റ് എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അതുപോലെ എന്താണ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്ക് എന്താക്കുക പേഴ്സൻറ്റേജ് പറയാം. ഇവിടെ നോക്കിയേ, 450 കിഡ്സ് ടുക്ക് ആൻ എക്സാം ആൻഡ് 80% പാസ് ഡേറ്റ്. 450 കുട്ടികൾ എന്താക്കി എക്സാം എഴുതി, അതിൽ 80% എന്താണ് വിജയിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് 450 ഇൻറ്റു 80/100 ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ 450 ഇൻറ്റു 80/100 ചെയ്താൽ എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ 450 ഇൻറ്റു 80/100 അല്ലേ. അപ്പോൾ എന്താണ് സീറോസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക അല്ലേ. താഴെയും മുകളിലും സീറോ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഇനി സീറോ ഉണ്ട്, അവിടെ ഉണ്ട്, താഴെയും ഉണ്ട് അല്ലേ. മുകളിലും താഴത്തുണ്ടെങ്കിലേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് എന്താക്കല ആൻസർ എന്താ എഴുതുക, ബാക്കി എന്താ വന്നിരിക്കുന്നത് 45 ഇൻറ്റു 8 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു 45 ഇൻറ്റു 8. ഓക്കെ, 45 ഇൻറ്റു 8 എത്രയാണ്? 45 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു എത്രയാണ്? 360 അല്ലേ. 360. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 316 കുട്ടികളാണ് എന്തായിരിക്കുന്നത് ആ എക്സാം പാസ്സായ കുട്ടികൾ അല്ലേ. 80% പാസ്സായത്. അതിൽ 450 കിട്ടുള്ളതിൽ 80% പാസ്സായി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ 450 ഇൻറ്റു 80/100 ചെയ്യുക. എന്നിട്ട് എന്താക്കുക സീറോസ് ക്യാൻസൽ ചെയ്ത് പോവുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം എന്താണ് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ 45 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 360 അല്ലേ. 360 കിഡ്സാണ് എന്താണ് എക്സാം പാസ്സായത് അല്ലേ. ഇനി നോക്കൂ അനദർ ക്വസ്റ്റ്യൻ നോക്കൂ. വി ക്യാൻ ഓൾസോ ഹാവ് എ ക്വസ്റ്റ്യൻ ഇൻ റിവേഴ്സ്. റിവേഴ്സ്ഡ് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് റിവേഴ്സ്ഡ് പറയാം? ഇവിടെ 360% പാസ്ഡ് എ ടെസ്റ്റ്. എന്താണ് 360 ആൾക്കാർ എന്താക്കി ഒരു ടെസ്റ്റിന് പാസ് ചെയ്തു, ഒരു ടെസ്റ്റിൽ വിജയിച്ചു. ദിസ് ഈസ് 75% ഓഫ് ദോസ് ഹൂ ടുക്ക് ദ ടെസ്റ്റ്. ഈ വിജയിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അത് ഈ ടെസ്റ്റിൽ പരീക്ഷ എഴുതിയ 75% ആൾക്കാരാണ് ഈ 360 എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, ഹൗ മെനി ടുക്ക് ദ ടെസ്റ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ പരീക്ഷ എഴുതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും? 360% ആണെന്ത് പാസ് ചെയ്ത് ടെസ്റ്റിൽ പാസ് ചെയ്ത്. അതെന്ന് പറയുന്നത് എന്താണ് മൊത്തം പരീക്ഷ എഴുതിയതിൽ 75% ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 360 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മൊത്തം ആൾക്കാർ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, 360 ഇൻറ്റു ഈ 75/100 ഇല്ലേ, ആ 75/100 റിവേഴ്സ് ചെയ്യുക, 100/75 എന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക 360 ഇൻറ്റു 100/75 ഇതിലെ. ഇനി ഇത് ചെറിയ സ്മോൾ എന്താ ക്യാൻസൽ ചെയ്താൽ കഴിയുമോ നോക്കുക. ഇത് സ്മോൾ ഇതിലാക്കാൻ പറ്റുമോ? 100ൽ എത്ര ഉണ്ട്? 25 ഉണ്ട്. അതുപോലെ 75ലും 25 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇതിനെ നമുക്ക് 100ൽ എത്ര 25 ഉണ്ട്? 4 അല്ലേ. അതുപോലെ 75ൽ എത്ര 25 ഉണ്ട്? 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ 100ൽ എത്ര 25 4. അതുപോലെ ഇവിടെ എഴുതുക 75ൽ എത്ര 25 ആണ്? 3 അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 360ൽ 3 ഉണ്ടോ നോക്കുക. ഓക്കെ, ഉണ്ട് അല്ലേ. എത്ര 3ൽ 3 എത്ര വർഷമുണ്ട്? 1 ടൈം അല്ലേ. ഓക്കെ, 3ൽ 3 1 ടൈമും. അതുപോലെ 316ൽ എത്ര 3 ഉണ്ട്? എത്ര 3 ഉണ്ട്? 316 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എന്ത് കിട്ടും? 120 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, 120 എന്ന് കിട്ടും. ഓക്കെ, 3ൽ ഒരു 3 അല്ലേ. ഓക്കെ, ഈ ലാസ്റ്റ് നമുക്ക് എന്താ ആൻസർ ഈസ് ഈക്വൽ ടു ബാക്കി എന്താ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള എന്താണ് 120 ഇൻറ്റു 4 ആണ് അല്ലേ. 120 ഇൻറ്റു 4 അല്ലേ. ബൈ 1 ഉണ്ട്. അപ്പോൾ അത് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ് 120/4 120 ഇൻറ്റു 4 തന്നെ അല്ലേ. അപ്പോൾ 120 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്? 480 അല്ലേ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട രീതി മനസ്സിലായി. അപ്പോൾ 480% ആണ് എന്താക്കിയത് പരീക്ഷ എഴുതിയത് അല്ലേ. അപ്പോൾ 480%ൽ എന്താണ് 75% ആണ് ടെസ്റ്റ് വിജയിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ 360 ആൾക്കാരാണല്ലോ അല്ലേ.
അപ്പോൾ 480ൻ്റെ 75% ആണിത് 360 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ റെസിപ്രോക്കൽ ഇടണം അല്ലേ. 75% പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്, ഇത്ര ആൾക്കാർ പാസ് ചെയ്ത് ടെസ്റ്റിന്, അത് ഈ മൊത്തം എഴുതിയ എത്ര ശതമാനം ആൾക്കാരാന്ന് പറയും, എത്ര പെർസെൻറ്റേജ് ആൾക്കാരാന്ന് പറയുമ്പോൾ നമ്മൾ എന്താക്കുക, ഈ 75/100 റെസിപ്രോക്കൽ അങ്ങോട്ട് വെച്ച് ഇൻറ്റു ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ 100/75 അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതിലിവിടെ ആൻസർ കിട്ടിയിരിക്കുക 480 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇനി നമുക്ക് എന്താണ് ഈ പ്രോബ്ലംസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോബ്ലംസ് എങ്ങനെയാണെന്ന് നോക്കിയേ. എന്താ ക്വസ്റ്റ്യന്, ഓഫ് ദ 50 teachers in the school, 80% are women. How many female teachers are there in the school? അപ്പോൾ 50 teachers in the school അല്ലേ, അതിൽ 80% എന്താണ്, വിമൺ ആണ് അല്ലേ. അങ്ങനെയാണ് ഫീമെയിൽ ടീച്ചർ എത്ര, ഫീമെയിൽ ടീച്ചറും വിമൺ എന്നൊക്കെ പറഞ്ഞാൽ സെയിം എന്നല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ട് 50 × 80/100 ചെയ്യണം അല്ലേ. അപ്പോൾ ഫീമെയിൽ ടീച്ചർ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. ആൾക്കാരെ എണ്ണം തന്നിട്ടില്ല, എത്ര ടീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിയാൽ മൊത്തം ടീച്ചേഴ്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ നേരത്തെ എന്തായിരുന്നു, ഇവിടുത്തെ കേസിൽ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ എന്താണ് മൊത്തം ടോട്ടൽ എത്രയും തന്നിട്ടില്ല, 75% ആണ് ടെസ്റ്റ് പാസ്സായിരുന്നു, ആ ആൾക്കാരെ എണ്ണമാണ് തന്നതെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ വെച്ച് ചെയ്യാം. ഇവിടെ തന്ന് മൊത്തം എണ്ണം കാണാനാണ് എന്ത് റെസിപ്രോക്കൽ വെച്ച് ചെയ്യേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക, എന്ത് ടോട്ടൽ കാണാനാണ് എന്ത് റെസിപ്രോക്കലിനോട് ഇൻറ്റു ചെയ്യേണ്ടത്. ഇവിടെ 75% ആൾക്കാർ ടെസ്റ്റിന് പാസ്സായി എന്നും പറഞ്ഞ് ആ ടെസ്റ്റിൽ 75% ആണ് എന്ത് 360 എന്നും പറഞ്ഞ്. അപ്പോൾ ടോട്ടൽ പേഴ്സൺ എത്രയാണ്, ടോട്ടൽ പരീക്ഷ എഴുതിയ ആൾക്കാർ എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്താ തന്നിരിക്കുന്നതിനോട് എന്താണ് അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, പെർസെൻറ്റേജിൻ്റെ റെസിപ്രോക്കൽ വെച്ച് ഇൻറ്റു ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, 50 ടീച്ചേഴ്സ് ഉണ്ട് സ്കൂളിൽ, ടോട്ടൽ എണ്ണം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ 80% വിമൺ ആണ്. ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദ സ്കൂൾ എന്ന് ചോദിച്ചത്. അപ്പോൾ എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് 50 ആണ് ടോട്ടൽ അല്ലേ. അപ്പോൾ 50 × എന്താണ് 80% അല്ലേ. അപ്പോൾ 80/50 × 80/100 ചെയ്യുക. ഓക്കെ, അപ്പോൾ 50 × 80/100 ചെയ്തില്ലേ. ഇനി നമുക്ക് എന്താക്കാം, സീറോസ് ക്യാൻസൽ ചെയ്യണ്ടേ, ഇനി ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 0 മുകളിലുണ്ട്. ഓക്കെ, 0 ഇവിടെ ഉണ്ട്, അതേപോലെ താഴെയുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ മുകളിലുണ്ട്, താഴെയുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ലാസ്റ്റ് ഇവിടെ എന്താണുള്ളത് 5 × 8 ആണ് അല്ലേ. അപ്പോൾ = 5 × 8 അല്ലേ. 5 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. ഓക്കെ, അപ്പോൾ 14 ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് = 40 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ ആൻസർ. അപ്പോൾ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് = 40 നിങ്ങൾ എടുത്ത് എഴുതണേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ 1450 persons voted in an election contested by 2 persons. അതിലെന്താണ് 1415% എന്താക്കി വോട്ട് ചെയ്ത് ഇലക്ഷനിൽ 2 പേഴ്സൺസ്, അതായത് 2 സ്ഥാനാർത്ഥികൾ നിന്ന് ആ ഇലക്ഷനിൽ എത്ര 1415 persons വോട്ട് ചെയ്തു. ഓക്കെ, ദെൻ ദ വിന്നർ ഗോട്ട് 52% ഓഫ് ദ വോട്ട്. അപ്പോൾ വിജയിച്ച ആൾക്ക് എത്ര 52% ഓഫ് ദ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്, അങ്ങനെയാണ് അയാൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ടോട്ടൽ കണ്ടുപിടിക്കാമെന്നില്ല അല്ലേ. ടോട്ടൽ തന്നിട്ടുണ്ട്, അതിന് 52% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണിത്, 1450 × എത്ര 52% അല്ലേ. അപ്പോൾ 52/100 എന്ന് എഴുതുക കേട്ടോ. 52/100 എന്ന് എഴുതിയില്ലേ. ഇനി ക്യാൻസലേഷൻ മെത്തേഡ് ഉണ്ടോ നോക്കുക. ഇവിടെ എന്താണ്, ഇവിടെ 0 ഉണ്ട്, പിന്നെ ഇവിടെയും 0 ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി എന്താ ഉള്ളത്, ക്യാൻസൽ ചെയ്യാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത് 145 × 52 ആണല്ലേ. അതാദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, = 152 × 52 152 അല്ലല്ലോ, 145 അല്ലേ. 145 × 52 അല്ലേ. 145 × 52/10 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 145 × 52/10 ചെയ്ത്. അപ്പോൾ 145 × 52 എത്രയാണ് 7540 ആൻസർ കിട്ടി അല്ലേ. പിന്നെ ഈ 10 എഴുതി. ഇനി എന്താണ് മുകളിലും താഴത്തും ക്യാൻസൽ ചെയ്യാൻ 0 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്യുക, ഈ 0യും ക്യാൻസൽ ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്താ ആൻസർ ഉള്ളത് അവിടെ കിട്ടിയത് = 754 അല്ലേ. 754
ഓക്കെ. അപ്പോൾ എന്താണ്, ഈ ഇത്രയും വോട്ടാണെന്ത് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ജയിച്ച ആൾക്കാർക്ക് 754 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? അപ്പോൾ എത്ര വോട്ടിനാണ് അയാൾ വിജയിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വോട്ടിനാണ് അയാൾ വിജയിച്ചത്? അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റേ ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അറിയണം അല്ലേ. അപ്പോൾ മറ്റേ ആൾക്ക്, അതായത് വിജയിച്ച ആൾക്കാണ് 754 വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 പേഴ്സൺസ് ആണല്ലോ സ്ഥാനാർത്ഥി നിന്നത്, ഇലക്ഷനിൽ നിന്നത്. അപ്പോൾ മറ്റേ ആൾക്ക് കിട്ടിയ എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1450 754 എന്താക്കുക, മൈനസ് ചെയ്യുക. ഓക്കെ, എന്താണ് 1450 മൈനസ് 754 ചെയ്യാം ആദ്യം. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് അറിയും. ഓക്കെ, ഈക്വൽ ടു എത്രയാണ്? ഈക്വൽ ടു 1450 മൈനസ് 754 എത്രയാണ്? 696 ആണ് അല്ലേ. 696 കിട്ടി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നത് 696 ആണ്. ഇപ്പോൾ എത്ര വോട്ടിനെ വിജയിച്ചെന്ന് അറിയണമെന്നുണ്ടാ? 754 എന്താക്കുക, ഈ 754 ഈ 696 നമുക്ക് കുറയ്ക്കുക അല്ലേ. അപ്പോൾ 754 മൈനസ് എത്രയാണ്? 696 അല്ലേ. 696 മൈനസ് ചെയ്യുക അല്ലേ. അപ്പം എത്രയാണ് അയാൾ എത്ര വോട്ടിനെ വിജയിച്ചെന്നുള്ളത് കാണും അല്ലേ. ഈക്വൽ ടു എത്രയാണ്? 6 ഈക്വൽ ടു എത്ര ആൻസർ കിട്ടുന്നത്? 2 മൈനസ് ചെയ്ത 58 അല്ലേ. അപ്പോൾ എത്രയാണ്? 58 കിട്ടും. ഓക്കെ, അപ്പോൾ 58 വോട്ടിനാണ് എന്താണ് അയാൾ വിജയിച്ചത് അല്ലേ. അപ്പം അയാൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഇത്ര പെർസെൻറ്റേജ് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ അയാളെ വോട്ട് എത്ര കിട്ടിയെന്ന് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ആൾക്കാർക്ക് പിന്നെന്താണ്, അയാൾ എത്ര വോട്ടിനെ വിജയിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ വോട്ട് എത്ര കിട്ടി നോക്കുക. എന്നിട്ട് എന്താക്കുക, ആദ്യത്തെ വിജയിച്ച ആളിൽ നിന്ന് ഈ രണ്ടാമത്തെ ആളുടെ വോട്ട് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? ഇത്ര വോട്ടിനെ വിജയിച്ചതെന്ന് കാണും കേട്ടോ. അപ്പോൾ 58 വോട്ടിനാണ് എന്ത് അയാൾ വിജയിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1200 കിഡ്സ് took an exam and 65% of them got A grade. How many are there? അപ്പോൾ 1200 കിഡ്സ് എന്താണ് എക്സാം എഴുതി, ടോട്ടൽ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. അതിൽ 65% എന്താക്കി എ ഗ്രേഡ് കിട്ടി അല്ലേ. അങ്ങനെയാണ് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1200 ഇൻറ്റു 65% അല്ലേ. അപ്പോൾ 65/100 ഒന്ന് എഴുതുക. ഓക്കെ, 65/100 എഴുതുക. ഈ സീറോസ് ക്യാൻസൽ ആക്കി പോകും. മുകളിലും താഴത്തും 0 ഉണ്ട്, അത് ക്യാൻസൽ ആക്കി. ഓക്കെ, ഇവിടെ ഒരു 0 ഉണ്ട്, അതും ക്യാൻസൽ ആക്കി. താഴെയും 0 ഉണ്ട് അല്ലേ, അതും ക്യാൻസൽ ആക്കി. ദെൻ ബാക്കി ഇവിടെ എന്താ ആൻസർ ഉള്ളത്? 12 ഇൻറ്റു 65 ആണല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 65 എന്ന് എഴുതും. 12 ഇൻറ്റു 65 അല്ലേ. അപ്പോൾ 12 ഇൻറ്റു 65 എത്രയാണ്? 12 ഇൻറ്റു 65 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 65 10 ഇൻറ്റു 65 എത്ര? 650 അല്ലേ. 2 ഇൻറ്റു 65 ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 12 ഇൻറ്റു 65 നേരിട്ട് അങ്ങ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 718 കിട്ടും. ഓക്കെ, 780. അപ്പോൾ എന്താണ് A+ കിട്ടിയ കുട്ടികൾ എത്രയാണ്? 1200 കിഡ്സ് എക്സാം എഴുതിയതിൽ 65% എ ഗ്രേഡ് കിട്ടിയായിരുന്നു അല്ലേ. അപ്പം എത്ര കുട്ടികളാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം, അതായത് 1200 ഇൻറ്റു 65/100 ചെയ്യുക. സീറോസിൻ്റെ ക്യാൻസൽ ആക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 780 അല്ലേ. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയത് 718 കിഡ്സിനാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ദർ ആർ 32 കോക്കനട്ട് പാംസിൻ്റെ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ 32 കോക്കനട്ട് പാംസ് ഉണ്ട്. ദിസ് ഈസ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ ദ കോമ്പൗണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 50% ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്, കോമ്പൗണ്ടിലുള്ള ടോട്ടൽ നമ്പറിലുള്ള ട്രീസിൻ്റെ 50% ആണ് 32 കോക്കനട്ട് പാം എന്ന് പറയുന്നത് അല്ലേ. വാട്ട്സ് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ്? ഇവിടെ ടോട്ടൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടോട്ടലൊക്കെ തന്നിട്ടാണ് നമ്മൾ നേരിട്ട് ഇൻറ്റ് ചെയ്ത്. ഇവിടെ ടോട്ടൽ നമ്പർ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ എടുക്കുക അല്ലേ. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് എന്താ എങ്ങനെ ചെയ്യാം? 32 ഇൻറ്റു
റെസിപ്രോക്കൽ എടുക്കുക. ടോട്ടൽ അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ, ടോട്ടൽ തന്നിട്ടില്ല. അപ്പോൾ ടോട്ടലാണ് കാണേണ്ടത്. നമുക്ക് തന്നത് എന്താണ്, ഒരു കോക്കനട്ട് പാം ഇത്ര കോക്കനട്ട് പാം ഉണ്ട്, അത് മൊത്തത്തിൻ്റെ ടോട്ടലിൻ്റെ എത്ര പെർസെൻറ്റേജാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ തരികയാണെങ്കിൽ വീണ്ടും ടോട്ടൽ നമ്പർ എത്ര ട്രീസ് അവിടെ ഉണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടത് തന്നിരിക്കുന്നതിൻ്റെ ആ നമ്പറിനെ കൊണ്ട് എന്താണ് ആ പെർസെൻറ്റേജിൻ്റെ റെസിപ്രോക്കലിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 100/50 എന്ന് എഴുതുക. 32 × 100/50. അപ്പം എന്താണ് ഇനി സീറോസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ആക്കി പോകട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ 0 ഉണ്ട്, ഇവിടെയും 0 ഉണ്ട് അല്ലേ. അതുമാതിരി 10ഉം 5ഉം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 10ൽ എത്ര 5 ഉണ്ട്, 2 ആണ് അല്ലേ. 5ൽ എത്ര 5 ഉണ്ട്, 1 അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതുക. 10ൻ്റെ അവിടെ എന്താണ് 2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 10/5 എന്ന് പറഞ്ഞാൽ എത്ര 2 അല്ലേ. ഓക്കെ, അപ്പോൾ 2 എന്ന് കിട്ടിയില്ലേ. 5ൽ ഒരു 1ഉം 10ൽ ഒരു 2 ആണ്. 5ൽ എത്ര 5 ഉണ്ട്, 1. അതുകൊണ്ട് എഴുതിയില്ലേ. 10ൽ എത്ര 5 ഉണ്ട്, 2. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി ലാസ്റ്റ് എന്താ ഇതിൻ്റെ ഈക്വൽ ടു 32 × 2 എന്ന് എഴുതുക അല്ലേ, × 2. അപ്പോൾ 32 × 2 എത്രയാണ്, 64 അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് എത്രയാണ്, 64 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാട്ടോ. അവിടെ ടോട്ടൽ നമ്പറാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ എ പേഴ്സൺ സ്പെൻസ് 8,400 rupees എ മന്ത് ഫോർ ഫുഡ്. ഒരാൾ 8,400 rupees ആണ് എന്ത് ഫുഡിന് വേണ്ടി ചിലവാക്കുന്നത് ഒരു മാസത്തിൽ. ഓക്കെ, ഇറ്റ് ഈസ് 25% ഓഫ് ഹിസ് മന്ത്ലി ഏണിംഗ്. ആ തന്നിരിക്കുന്നത് എന്താണ്, ആ മന്ത്ലി ഏണിങ്ങിൻ്റെ 25% ആണ്. ഓക്കെ, വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഏണിംഗ്. അങ്ങനെയാണെങ്കിൽ മാസത്തിലുള്ള അയാൾ ഏണിംഗ് എത്ര വെച്ച്. അപ്പോൾ അയാൾ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അയാൾ ഫുഡിന് വേണ്ടി 25% ചിലവാക്കും. ആ 25% ആണ് എന്ത് 8,400 എന്ന് പറഞ്ഞു അല്ലേ. അപ്പം മൊത്തം എത്രയാണ് അയാൾ മാസത്തിലുള്ള ശമ്പളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, എത്ര വരുമാനം എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ ടോട്ടലാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലാണെങ്കിൽ നമ്മൾ എന്താ കാണാൻ പറഞ്ഞത്, ടോട്ടലാണ് ചോദിച്ചതെങ്കിൽ നമ്മളെന്താണ് തന്നതിൻ്റെ ആ പെർസെൻറ്റേജിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് ആ നമ്പറിനെ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതാം, 8,400 × 25% അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ മന്ത്ലി ഏണിംഗ് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ 25/100ൻ്റെ റെസിപ്രോക്കൽ എന്താണ് 100/25 കേട്ടോ. അപ്പോൾ 100/25 എന്ന് എഴുതുക. ഓക്കെ, 100/25 അല്ലേ. അപ്പോൾ താഴെ 0 ഇല്ല അല്ലേ, മുകളിൽ സീറോസ് ഉണ്ട്. പക്ഷേ ക്യാൻസൽ ആക്കാൻ പറ്റും. മുകളിൽ നമുക്ക് ക്യാൻസൽ ആക്കാൻ ഒരിക്കലും പാടില്ല കേട്ടോ. അടിയിലും മുകളിലും ഉണ്ടെങ്കിലേ ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല, സീറോസ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് എന്താ 25നെ 100ൽ എത്ര 100ൽ 25 ഉണ്ടോ ഉണ്ട് അല്ലേ. അപ്പോൾ 25ൽ 25 എത്ര വട്ടാണ് 1 ടൈമും. 100ൽ 25 എത്ര ടൈമാണ് 4 അല്ലേ. 100/25 ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്, അവിടെ നമുക്ക് 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 4 എന്ന് എഴുതുക. ഓക്കെ, 4 എന്ന് എഴുതുക. 25ൽ എത്ര 25 1 അല്ലേ. അപ്പോൾ 1 എന്നും എഴുതുക. ദെൻ ഇനി നമുക്ക് എന്താ ആൻസർ ഈസ് ഈക്വൽ ടു അല്ലേ 8,400 × 4/1 എന്ന് പറയുമ്പോൾ സെയിം തന്നെ നമ്പർ അല്ലേ. ഇസ് ഈക്വൽ ടു ഇനി 8,400 × 4 ആണ് അല്ലേ. അപ്പോൾ 8,400 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്രയാ 33,600. ഓക്കെ, അപ്പോൾ അയാളെ മാസത്തിലുള്ള വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് 33,600 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ടോട്ടൽ കാണെങ്കിൽ ആ പെർസെൻറ്റേജിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് ആ മറ്റേ നമ്പറിനും മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ 8,400 × 4 എന്ന് പറയുമ്പോൾ 33,600. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7ലെ മാത്സിലെ 13th ചാപ്റ്ററായ പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. ലെസ് ആൻഡ് മോർ, കുറവും കൂടുതലും അല്ലേ. അപ്പോൾ നോക്കൂ, നമ്മൾ ഫസ്റ്റിൽ എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രോബ്ലം, 30% റിഡക്ഷൻ ഉണ്ടായിരുന്നു ഹാൻഡ്ലൂം ക്ലോത്ത്സിന്. അപ്പോൾ അതിന് എത്ര കിഴിവ് കിട്ടും എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, അതൊന്ന് മാറ്റി ചിന്തിക്കുകയാണ് അല്ലേ. 30% റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഹാൻഡ്ലൂം ക്ലോത്ത്, ഹൗ മച്ച് ഷുഡ് ബി പെയ്ഡ് ഫോർ ക്ലോത്ത് വർത്ത് 3,250 rupees. 3,250 രൂപ കൊടുത്താൽ 3,250 റുപ്യൻ്റെ സാധനം നമ്മൾ വാങ്ങിയാൽ 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചത്. എത്ര പെർസെൻറ്റേജ് കിഴിവുണ്ടെന്നല്ല ചോദിച്ചത്, എത്ര രൂപ കിഴിവുണ്ടെന്നല്ല ചോദിച്ചത്. ഇവിടെ എന്താണ് എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കിത് 2 മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മെത്തേഡ് ടീച്ചർ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക.
അപ്പോൾ നോക്കൂ 3250 ഇൻറ്റു 30% റിഡക്ഷൻ. അപ്പോൾ അതിന്റെ ആദ്യം എന്താണ് അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക അല്ലെ, പെർസെൻറ്റേജിന്റെ പൈസ കണ്ടുപിടിക്കുക. അപ്പോൾ 3250 ഇൻറ്റു 30/100 ചെയ്ത്, അപ്പോൾ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം അല്ലെ. ഇവിടെ ഈ 0 ക്യാൻസൽ ചെയ്യാൻ മുകളിലും താഴത്തുണ്ട് അല്ലേ. പിന്നെ ഇതാ ഈ സൈഡിൽ ഇവിടെ ഇതിലുണ്ട്, പിന്നെ ഇതാ ഇവിടെ അല്ലേ. 0 ക്യാൻസൽ ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഇനി ഇവിടെ ഉള്ളത് 325 ഇൻറ്റു 3 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു 325 ഇൻറ്റു 3 അത്രയല്ലേ ബാക്കിയുള്ളത് അവിടെ അല്ലേ. ഇസ് ഈക്വൽ ടു 325 ഇൻറ്റു 3 എത്രയാണ്? യെസ് 975 അല്ലേ. എത്രയാണ്? 975. 975. ഓക്കെ, എത്രയും റുപ്പീസാണ് എന്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പം ഇനി എന്താണ് ക്യൂ വരുന്നത്. അപ്പം ഇനി നമ്മൾ എത്ര 3200 രൂപ സാധനം വാങ്ങിയാൽ എത്ര 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇത് കുറയ്ക്കണം അല്ലേ. ആദ്യം 3250 എന്താക്കുക, നമ്മൾ ഈ 975 കുറയ്ക്കുക. ഓക്കെ, 3250 നിന്ന് എന്താണ് 975 മൈനസ് ചെയ്യുക. ഓക്കെ, 975 മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2275 കിട്ടും. 2200 is equal to 2275 അല്ലേ. 75. ഓക്കെ, 2275 റുപ്പീസ് എന്താണ് നമുക്ക് കടയിൽ കൊടുക്കണം അല്ലെ. എത്ര 30% റിഡക്ഷൻ ഉണ്ടെങ്കിൽ, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ 3200 റുപ്പീൻ്റെ സാധനം വാങ്ങിയാൽ നമ്മൾ എത്ര കൊടുക്കേണ്ടത്? 2275 റുപ്പീസ് കൊടുക്കണം അല്ലേ. ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇനി വേറെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്താണ് റിഡക്ഷൻ ആണ് അല്ലേ, കുറവാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? 100ൽ നിന്ന് കുറവാണെങ്കിൽ 100ൽ നിന്ന് എന്താക്കുക? 30 കുറയ്ക്കുക. കുറവാണെങ്കിൽ കുറയ്ക്കുക. ഓക്കെ, ഇനി കൂടുതലാണെങ്കിൽ എന്താണ് 100ൽ നിന്ന് അത് സംഭവം കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് റിഡക്ഷനാ കുറയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക? 100ൽ നിന്ന് ആ 30 ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 100ൽ നിന്ന് 30 കുറച്ച് എത്രയാണ്? 70% അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3250 ഇൻറ്റു 100ന്ന് 30 കുറയ്ക്കുകയല്ലേ. അപ്പോൾ 100ന്ന് 30 കുറച്ചാൽ എത്രയാണ്? 70 അല്ലേ. അപ്പോൾ 70/100 എഴുതുക. ഓക്കെ, ഈ 70 കിട്ടിയ എവിടെ നിന്നാണ്? 100 മൈനസ് ഈ 30% അല്ലേ. അപ്പോൾ 100 മൈനസ് 30 പറയുമ്പോൾ 70. ആ 70/100 കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സീറോസ് ക്യാൻസൽ. മുകളിലും താഴത്തും 0 ഉണ്ടെങ്കിൽ എന്താക്കുക? ക്യാൻസൽ ആക്കുക അല്ലേ. ഇവിടെ ഒരു 0 ഉണ്ട്, ഈ 0യും ഉണ്ട്, ക്യാൻസൽ ആക്കി. ദെൻ ഈ 0യും ഈ 0യും ക്യാൻസൽ ആക്കി. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത് അവിടെ? ബാക്കിയുള്ളത് എന്താണ്? 3275 ഇൻറ്റു 7 ആണ് അല്ലേ. അത് നമ്മൾ എഴുതുക. 327 അല്ലേ. ബാക്കിയുള്ള അവിടെ 325 അല്ലുള്ളത്. അപ്പോൾ അത് എഴുതുക 325. ഇനി എന്താ ഉള്ളത്? ഇൻറ്റു അവിടെ അപ്പുറത്തൊരു 7 ഇല്ലേ, ആ 7 അല്ലേ. ഇസ് ഈക്വൽ ടു അത് രണ്ട് ഇൻറ്റു ചെയ്ത് എന്താ കിട്ടുക? 325 ഇൻറ്റു 7 എന്താണ്? 2275 കിട്ടും. കണ്ടോ? ഈ ഇത്രയും എന്താ പൈസ റുപ്പീസാണ് എന്ത് അവിടെ കടയിൽ കൊടുക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ രണ്ട് മെത്തേഡിൽ ചെയ്യുക. ഒന്ന് കണ്ടു, ഈ ആൻസർ സെയിം അല്ലേ. കണ്ടോ? 3275 ഇവിടെ കിട്ടിയത് അതേപോലെ തന്നെ ഇവിടെയും കിട്ടിയ 2275 ആണ് അല്ലേ. അപ്പം രണ്ട് മെത്തേഡിൽ ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ് ഇതാണ് അല്ലേ, രണ്ടാമത്തെ മെത്തേഡ് ഇതും. അപ്പം ഏതാ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ചെയ്ത് എന്താണ്? ആ 30% രൂപ 30% രൂപ ആദ്യം കണ്ടുപിടിച്ച് എന്നിട്ട് എന്താക്കി? ആ പൈസയിൽ നിന്ന് ആ പൈസ എന്താണ് കണ്ടുപിടിച്ച ആ പൈസ കുറച്ചു അല്ലേ. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? റിഡക്ഷൻ ആയതുകൊണ്ട് എന്താണ്? 100ൽ നിന്ന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവല്ലേ. അപ്പം 100ൽ നിന്ന് 30 കുറയ്ക്കുക. 30% റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കുറയ്ക്കുക ചെയ്യുന്നത് അല്ലേ. 100ൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ 100ൽ നിന്ന് 30 കുറച്ചിട്ട് എന്താണ് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക? തന്ന ആ റുപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3250 ഇൻറ്റു 70/100. പിന്നെ എന്താക്കുക? ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യാൻ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ആയിട്ടാണ് 100ൽ നിന്ന് 30 കുറച്ച് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. അവിടെ എ ലാപ്ടോപ്പ് പ്രൈസ് ഒറിജിനലി at
65,000 rupees is now sold for 10% less. What is the current price? അപ്പോൾ ഇവിടെ എന്താണ് ലെസ് ആണ് അല്ലേ. ലെസ് എന്ന് പറഞ്ഞാൽ എന്താ റിഡക്ഷൻ പോലെ കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ 10% ഒന്നുകിൽ എന്താക്കുക, നിങ്ങൾ 65,000 ഈ 10/100 ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് എന്താക്കുക, ഈ 65,000 കിട്ടുന്ന ഉത്തരം മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കും, കറന്റ് പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് കിട്ടും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണ്, നമ്മൾ രണ്ടാമത് ചെയ്തത് എന്താണ്, ഇവിടെ എന്താണ് ലെസ് ആണ് അല്ലേ. ലെസ് എന്ന് പറഞ്ഞാലും റിഡക്ഷൻ എന്ന് പറഞ്ഞാലും കുറവാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് മൈനസ് 100 നിന്ന് മൈനസ് ചെയ്യാണ് ഇതിന് വേണ്ടത്. തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 100 നിന്ന് എന്താക്കുക മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 10% അല്ലേ. അപ്പോൾ 100 നിന്ന് ഈ 10 എന്താക്കുക മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടും, നമുക്ക് 90 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് ഈ എന്താണ് നമ്പർ ഈ റുപ്പീസിനോട് എന്താക്കുക ആ 90% മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 65,000 ഇൻറ്റു 90/100 കണ്ടോ. അവിടെ 65,000 ഇൻറ്റു 90/100. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. കണ്ടോ. ഇനി ബാക്കിയുള്ളത് എന്താണ്, ഇവിടെ 2 0 അല്ലേ, ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 90 ഇൻറ്റു 665 ആണ് അല്ലേ. 65 ഇൻറ്റു 100 എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ 2 0 ക്യാൻസൽ ആയില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് 650 അഞ്ഞുള്ളത് അല്ലേ. ഇവിടെ 90, അപ്പോൾ 90 ഇൻറ്റു 650. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഈ 2 0 എന്താക്കുക നമ്മൾ 100 ആക്കി എടുക്കുക. അപ്പോൾ 9 ഇൻറ്റു 65 എത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 58,500 കിട്ടും. അപ്പോൾ കറൻറ്റ് പ്രൈസ് എത്രയാണ്, 58,500. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, റിഡക്ഷനിൽ ലെസ്സൊക്കെ ആണെങ്കിൽ 100ൽ നിന്ന് ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആ ഉത്തരത്തിനോട് എന്താക്കുക മൾട്ടിപ്ലൈ ചെയ്യുക. 90% ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 90/100 ആ പ്രൈസ് ചെയ്താൽ നമുക്ക് കറൻറ്റ് പ്രൈസ് കിട്ടും. ദെൻ നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ലെസ്സും റിഡക്ഷനൊക്കെ ആണെങ്കിൽ 100നോട് മൈനസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. എ സ്കൂട്ടർ മാനുഫാക്ചറർ ഹാസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് 3% ഫ്രം നെക്സ്റ്റ് മന്ത്. ഇവിടെ ഇൻക്രീസ് ആണ് അല്ലേ. ഇൻക്രീസ് ആണെങ്കിൽ എന്താണ്, കൂടുകയാണ് അല്ലേ. അപ്പോൾ കൂടുക പറയുമ്പോൾ എന്താണ്, നമ്മൾ കൂട്ടുക ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 3% എന്താ ചെയ്യേണ്ടത്, 100നോട് 3 കൂട്ടുക. അപ്പോൾ 103 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇനി എന്താ, സ്കൂട്ടർ ഫോർ സെല്ലിങ് റുപ്പീസ് ഇപ്പോൾ വിൽക്കുന്ന വില എത്രയാണ്, 80,000 റുപ്പീസ് ആണ് അല്ലേ. വാട്ട് വുഡ് ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ അടുത്ത മാസം എത്ര ആയിരിക്കും പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 80,000 ഇൻറ്റു നമ്മൾ 100 + 3 ഇൻക്രീസ് അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ കൂടുകയാണ് അല്ലേ. അപ്പോൾ 100നോട് കൂട്ടുകയാണ് വേണ്ടത് ഈ 3നെ. ഓക്കെ, അപ്പോൾ 100 + 3 103. അപ്പോൾ 80,000 ഇൻറ്റു 103/100 എന്ന് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. 80,000 ഇൻറ്റു 103/100. ഇങ്ങനെ എന്താ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഈ 2 0 ക്യാൻസൽ, ഈ 2 0 ക്യാൻസൽ. ബാക്കി ഇവിടെ 103 ഇൻറ്റു പിന്നെന്താ ഉള്ളത് 800 അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 82,400 കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത മാസം എത്ര ആയിരിക്കും അതിൻ്റെ റേറ്റ്, 82,400 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചെയ്യുക, ഈ മെത്തേഡാണ് എളുപ്പം അല്ലേ. മറ്റേ മെത്തേഡ് എന്ന് പറയുമ്പോൾ 80,000 ആദ്യം 3% കണ്ടുപിടിക്കണം. അതിനുശേഷം എന്താക്കുക, കിട്ടുന്ന ഉത്തരത്തിന് എന്താണ് 18,000നോട് കുറയ്ക്കണം. എന്നാലും ഈ ആൻസർ തന്നെ കിട്ടുക. ഓക്കെ, അത് നിങ്ങൾ ഇഷ്ടം ഏതാ ചെയ്യേണ്ടത് വെച്ചാൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ, എന്താണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദ വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻക്രീസ്ഡ് ബൈ 10% ആൻഡ് ഹൈറ്റ് ഡിക്രീസ്ഡ് ബൈ 10%. ഇവിടെ ഒന്ന് എന്താ വിഡ്ത്ത് എന്താ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 10% അല്ലേ. അപ്പോൾ വിഡ്ത്തിന് എന്താണ് നമുക്ക് ന്യൂ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, ഈ 10% ഇൻക്രീസ് അല്ലേ. അപ്പോൾ 10% ഇൻക്രീസ് പറയുമ്പോൾ എന്താണ് 100 + 10 ചെയ്യുക അല്ലേ. 110/100 എന്ന് ചെയ്യുക ഇൻറ്റു ഓൾഡ് വിഡ്ത്ത് അല്ലേ. പിന്നെന്താണ് ഹൈറ്റ് ഡിക്രീസ് ബൈ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. റെക്ടാങ്കിളിൻ്റെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന എത്ര, 10% ഡിക്രീസ് ആണ് അല്ലേ. അപ്പോൾ ഡിക്രീസ് എന്ന് പറയുമ്പോൾ കുറയുക പറയുമ്പോൾ 100ൽ നിന്ന് 10 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 90% കൊടുക്കുക. അപ്പോൾ ന്യൂ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 90/100 ഇൻറ്റു ഓൾഡ് ഹൈറ്റ് അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ ന്യൂ വിഡ്ത്ത് ഈക്വൽ ടു 110/100 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. 110/100നെയാണ് 0 0 ക്യാൻസൽ ആയി നമുക്ക് എന്ത് കിട്ടും, 11/10 കിട്ടും കേട്ടോ. അതാണ് ഇവിടെ എഴുതിയ 11/10 ഇൻറ്റു ഓൾഡ് വിഡ്ത്ത്. ദെൻ ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കൂ, 90 എന്താണ് ഡിക്രീസ് ബൈ 10% അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസ് ബൈ 10% എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം, ഇവിടെ 100 - 10 അല്ലേ. അപ്പോൾ 90/100 എന്ന് പറയുമ്പോൾ 0 0 ക്യാൻസൽ ആയ 9/10 കിട്ടും അല്ലേ. ഇവിടെ അതാണ് 9/10 ഇൻറ്റു ഓൾഡ് ഹൈറ്റ് എഴുതി. ദെൻ നമുക്ക് ഏരിയ അറിയാം, എന്താ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇവിടെ ന്യൂ വിഡ്ത്ത് എന്നും ഹൈ എന്താ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, ബ്രെഡ്ത്ത് ഇവിടെ ന്യൂ ഹൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ന്യൂ വിഡ്ത്തിൻ്റെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 11/10 ഓൾഡ് വിഡ്ത്ത് കിട്ടി. ന്യൂ ഹൈറ്റിൻ്റെ 9/10 ഓൾഡ് ഹൈറ്റ് ഇതാ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 11/10 ഇൻറ്റു 9/10 ഇൻറ്റു
ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ്. ഈ ചെയ്താൽ എന്ത് കിട്ടും? 11 × 9 99/100 അല്ലേ, ഇൻറ്റു ഓൾഡ് ഏരിയ അല്ലേ. ഓൾഡ് വിഡ്ത്ത് ഇൻറ്റു ഓൾഡ് ഹൈറ്റ് പറഞ്ഞാൽ എന്താ? ഓൾഡ് ഏരിയ അല്ലേ. അപ്പോൾ 99/100 എന്ന് പറയുമ്പോൾ എന്താ? 99% ഓഫ് ഓൾഡ് ഏരിയ അല്ലേ. അപ്പോൾ ഓൾഡ് ഏരിയൻ്റെ 99% ആണ് എന്ത്? ന്യൂ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ എത്ര റെഡ്യൂസ് ചെയ്യുന്നില്ല ചോദിച്ചാൽ എന്ത് ചേഞ്ച് ആണ് ഈ ഏരിയയിൽ വരുന്നതെന്നല്ലേ. അപ്പോൾ 99% ഓഫ് ദ ഓൾഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ റെഡ്യൂസ്ഡ് ബൈ 1%. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ആണല്ലേ. അപ്പോൾ എന്താണ്? അത് വിറ്റ് എത്രയാണ്? 50% ലെസ് ആയിട്ട് അല്ലേ. അപ്പോൾ എന്താണ്? ലെസ് ആയിട്ടാണ് വിറ്റത്. ലെസ് എന്ന് പറയുമ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? കുറയുക അല്ലേ. കുറയുക എന്ന് പറയുമ്പോൾ എന്താണ്? 100ൽ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ ഈ പെർസെൻറ്റേജിന്. വാട്ട് ഈസ് ദ കറണ്ട് പ്രൈസ്? ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മളെന്താ ഈ 15% ആദ്യം നമ്മളെന്താ ചെയ്യുന്നത്? 100ൽ നിന്ന് ലെസ് ആണ് അല്ലേ. അപ്പോൾ 100ൽ നിന്ന് 15 കുറയ്ക്കുക. 100ൽ നിന്ന് 15 കുറച്ചാൽ എത്രയാണ്? 100ൽ നിന്ന് 15 കുറച്ചാൽ എത്ര കിട്ടും? 85 അല്ലേ. അപ്പോൾ 85%. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? 4000 ഇൻറ്റു 4000 ഇൻറ്റു എത്രയാ? 85/100 അല്ലേ. 85/100. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളതും ചെയ്യാം. ഓക്കെ, ഇവിടെ 0 ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഇവിടെ അതാ 0, അതും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് ദെൻ ഇവിടെ ഒരു 0 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഒരു 0 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. മുകളിലും താഴത്തുണ്ടെങ്കിൽ 0 ക്യാൻസൽ ചെയ്യുക കേട്ടോ. ദെൻ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 40 ഉണ്ട് അല്ലേ. ഇവിടെ 85 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 85 എന്ന് കൊടുക്കുക. ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 85. 40 × 85 ഈക്വൽ ടു എത്രയാണ്? 40 × 85. 0 മാറ്റി വെച്ചിട്ട് 85 × 4 ചെയ്ത് നോക്കുന്നിട്ട് ഉത്തരത്തിൽ 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 3400 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? കറണ്ട് പ്രൈസ് ഓഫ് ദ ബൈസിക്കിൾ ഈസ് ഈക്വൽ ടു 3400. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ദ മന്ത്ലി സാലറി ഓഫ് എ പേഴ്സൺ വാസ് 30,000 rupees ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ എന്താ 30,000 rupees എന്താ കിട്ടിയിട്ട്? മന്ത്ലി സാലറി ആയിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. മാസത്തിൽ വരുമാനമായിട്ട്, മാസത്തെ ശമ്പളമായിട്ട് 30,000 രൂപ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വർഷം. ദിസ് ഇയർ ഹി ഗോട്ട് an 8% റേസ്. ഇപ്പോൾ വർഷം അയാൾക്ക് എന്താണ്? 8% റേസ് കൂടുതലാണ്. എന്താണ്? 8% കൂട്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി നൗ? അയാളെ മന്ത്ലി സാലറി എന്താണ്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? കൂടുതലാണ്. റേസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അല്ലേ. അപ്പം ഇൻക്രീസ്, റേസ്, മോർ എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇവിടെ 100നോട് ഈ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് കൂട്ടുക അല്ലേ. അപ്പോൾ 100നോട് 8 കൂട്ടിയ എത്ര? 108 അല്ലേ. അപ്പോൾ 108%. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ 108/100 എന്ന് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കും? 30,000 ഇൻറ്റു എത്രയാണ്? 8% റേസ് അല്ലേ. അപ്പോൾ 100 + 8 എത്രയാണ്? 108/100 എന്ന് എഴുതുക. 108/100. അപ്പം എന്ത് കിട്ടി? 30,000 ഇൻറ്റു 108/100 അല്ലേ. ഇനി സീറോസ് ഉണ്ട്, ക്യാൻസൽ ആക്കുക. ഓക്കെ, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് ക്യാൻസൽ ആക്കാൻ. പിന്നെ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട് അല്ലേ. അത് ക്യാൻസൽ ആക്കുക. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഈ 0 വെട്ടാൻ പറ്റുമോ? ഇവിടെ താഴെ 0 ഉണ്ടെങ്കിൽ കൂടുതൽ ഈ നടുക്കുള്ള 0 വെട്ടാൻ പാടില്ല കേട്ടോ. ടീച്ചർ ഒരിക്കലും പറഞ്ഞു തന്നതാണ് കേട്ടോ. നടുക്കുള്ള വെട്ടരുത്, എപ്പോഴും എന്താണ് അറ്റത്തുള്ളതേ വെട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ബാക്കിയുള്ളത്? 300 അല്ലേ. 300 ഇൻറ്റു എത്രയാണ്? 300 ഇൻറ്റു 108 അല്ലേ. അപ്പോൾ 300 ഇൻറ്റു 108 എത്രയാണ്? യെസ്, എന്താണ്? 0 മാറ്റി വെച്ചിട്ട് 108 3നോട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 324 കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? ആ 2 0 അങ്ങോട്ട് അതിൻ്റെ കൂടുതൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 32,400 എന്ന് കിട്ടും കേട്ടോ. 32,400. ഓക്കെ, അപ്പോൾ എന്താണ്? 30,000 rupees ലാസ്റ്റ് ഇയറിൽ അയാൾക്ക് മന്ത്ലി സാലറി കിട്ടിയത്. ഈ വർഷം മുതൽ അയാൾക്ക് എന്താണ്? 8% കൂടിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ മന്ത്ലി സാലറി എത്രയാണ് അയാൾക്ക്? 32,400 ആണ് കേട്ടോ. ഓക്കെ, 8% കൂടി എന്ന് പറയുമ്പോൾ 2,400 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി മറ്റേ മെത്തേഡിൽ ഇത് ചെയ്യാം കേട്ടോ. മുകളിലത്തും ചെയ്യാം, ഇതും ചെയ്യാം. എങ്ങനെയാണ്? 30,000 ഇൻറ്റു 8/100 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് എന്താക്കുക? ഈ 30,000 നിന്ന് എന്താക്കുക? ഇവിടെ റേസ് കൂടുതൽ നടത്തി അപ്പോൾ കൂട്ടിയാൽ മതി. മറ്റേത് ലെസ് ആയതുകൊണ്ട് 4,000 നിന്ന്
കിട്ടുന്ന ഉത്തരം കുറച്ചാലും മതി അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇതാണ് എളുപ്പം, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, മറ്റേ ഇതാക്കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് അടുത്തതാണ്, ഇഫ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ റെഡ്യൂസ്ഡ് by 10% each, by what percent would the area be reduced? അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ റെഡ്യൂസ് ചെയ്ത് എത്ര 10% ഈച്ച് അല്ലേ. ഹൈറ്റ് എന്താ റെക്ടാങ്കിളിന്റെ ഹൈറ്റും വിഡ്ത്തും എന്താണ് കുറഞ്ഞിരിക്കുന്നത് 10% ആണ് അല്ലേ. ബട്ട് ബൈ വാട്ട് പെർസെന്റ് വുഡ് ദ ഏരിയ ബി റെഡ്യൂസ്ഡ്, അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റ് ഏരിയ കുറഞ്ഞെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഈ മോളത്തെ ചെയ്ത് നോക്കാം അല്ലേ. എന്താണ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ എന്താണ് റെഡ്യൂസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ആദ്യത്തെ ഹൈറ്റും വെയിറ്റും എന്താണ്, നമുക്ക് ആദ്യത്തെ ഹൈറ്റും വെയിറ്റും ജസ്റ്റ് ഒന്ന് എഴുതാം. ഇവിടെ എത്രയാണ് ആദ്യത്തെ ഹൈറ്റ് തന്നെ എച്ച് എന്ന് കൊടുക്കുക. ഇനി എന്താണ് വിഡ്ത്ത് എത്രയാണ്, W എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റിൻ്റെ വിഡ്ത്തല്ലേ, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ, ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇതിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, ഓരോ ഹൈറ്റും വിഡ്ത്തും എന്താണ് 10% ഡിക്രീസ് ചെയ്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തെ ആണല്ലേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും, 10% ആണ് കുറവ് അല്ലേ. അപ്പോൾ 100-ൽ നിന്ന് 10 അങ്ങ് കുറയ്ക്കുക അല്ലേ. അപ്പോൾ എത്ര 90, 90 അല്ലേ. 90 എന്താ 90% ആയിരിക്കും എന്ത് 90/100 അല്ലേ. 90/100 ആണ് എന്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. 90/100 ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എത്രയായിരുന്നു വിഡ്ത്ത് അല്ലേ. അപ്പോൾ എന്താണ് 10% ഡിസ്കൗണ്ട് എന്താ റെഡ്യൂസ് ചെയ്തില്ലേ, ലെസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ നമ്മൾ ഇത് 100-ന്ന് 10 അങ്ങ് കുറയ്ക്കില്ലേ. അപ്പോൾ 90, അപ്പോൾ 90/100 വിഡ്ത്ത് കിട്ടും. അതേപോലെ എന്താ വിഡ്ത്തും ഹൈറ്റും 10% കുറഞ്ഞില്ലേ. അപ്പോൾ ഇതും ഹൈറ്റും എന്താണ് 100-ന്ന് 10 കുറച്ചാൽ 90/100 ഹൈറ്റ് എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 90/100 ഇൻറ്റു H ഇൻറ്റു 90/100 ഇൻറ്റു വിഡ്ത്ത് അല്ലേ. അപ്പോൾ അത് അങ്ങനെ എഴുതാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കുക ഏരിയ എന്താണ് ഈ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. ഇവിടെ ലെങ്ത്ത് 90/100 H ആണ്, വിഡ്ത്ത് 90/100 W ആണല്ലേ. അത് എഴുതിയില്ലേ, ഏരിയ 90/100 ഇൻറ്റു H ഇൻറ്റു 90/100 ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതിയല്ലേ. ഇനി നമ്മൾ എന്താക്കുക സീറോസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 90/100 ഇവിടെ ഒരു 0 ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. അത് ക്യാൻസൽ ആക്കി. ദെൻ എന്താണ് ഇവിടെ ഒരു 90-ൽ ഈ 0യും ക്യാൻസൽ ആക്കി, താഴെ 0യും ക്യാൻസൽ ആക്കി അല്ലേ. ഓക്കെ, ഈ 0യും ക്യാൻസൽ ആക്കി അല്ലേ. ദെൻ ബാക്കി എന്താ ഇവിടെ ഉള്ളത്, ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, നമ്പേഴ്സിനെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം കേട്ടോ. ഇസ് ഈക്വൽ ടു 9/10 അല്ലേ. 9/10 ഓക്കെ. അപ്പോൾ 9/10 ഇൻറ്റു 9/10 ഇൻറ്റു ഹൈറ്റ് വിഡ്ത്ത് അല്ലേ. അതാണ് പറയുന്നത്. ഇനി 9 ഇൻറ്റു 9 മുകളിലത്തെ നമ്മൾ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് 9 ഇൻറ്റു 9 എത്രയാണ് 81 അല്ലേ. 81/10 ഇൻറ്റു 10 എത്രയാണ് 100 അല്ലേ. അപ്പോൾ എന്താ നമുക്ക് 10 ഇൻറ്റു 10 100 81/100 എന്നും കൊടുക്കുക കേട്ടോ. 81/100 ഓക്കെ. 81/100 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എത്രയാണ് എന്ത് എന്താ 81/100 പിന്നെ അവിടെ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ എന്താ ഓൾഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഓൾഡ് ഏരിയ 81/100 ഇൻറ്റു ഓൾഡ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ 81/100 ആണല്ലേ. അപ്പോൾ 100-ന്ന് 81 കുറച്ച് എത്രയാണ് 19 അല്ലേ. അപ്പോൾ 19% ആണ് എന്ത് ഇവിടെ ഏരിയ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്രയാണ് 100-ന്ന് ഈ 81 നമുക്ക് കുറയ്ക്കുക. അപ്പോൾ 100 മൈനസ് 81 ഇസ് ഈക്വൽ ടു എത്രയാണ്, ഇസ് ഈക്വൽ ടു 19. ഓക്കെ, അപ്പോൾ 19% ആണ് എന്ത് വന്നത് അവിടെ 19% റെഡ്യൂസ് ചെയ്തു അല്ലേ ഏരിയ. ആദ്യത്തെ ഏരിയൻ്റെ എന്താണ് 19% ആണ് എന്താക്കിയിരിക്കുന്നത് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്
ഈ 81 എവിടെ കിട്ടിയ മനസ്സിലായി. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 9 × 9 എന്താ 81 ആണല്ലേ. അപ്പോൾ 81/100 ആണല്ലേ. അത് 100 81 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പെർസെൻറ്റേജ് ആണ് ഇത് ഇവിടെ ഏരിയ റെഡ്യൂസ് ചെയ്തതെന്നാണ് കേട്ടോ. ഓക്കെ, ഇൻക്രീസ്ഡ് ബൈ 10% ഈച്ച് അല്ലേ. ഈ 10% ഈ എന്താണ് ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റ് വുഡ് ദ ഏരിയ ബി ഇൻക്രീസ്ഡ്. അങ്ങനെയാണ് എത്ര പെർസെൻറ്റ് ഏരിയ ആണ് എന്താക്കുന്നത് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് നമുക്ക് അതേമാതിരി എന്താക്കുക കോളവും ഇതൊക്കെ വരച്ച് നോക്കുക അല്ലേ. അതായത് 2 റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ആദ്യത്തെ ഓൾഡ് റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത് വിഡ്ത്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഇതിനെന്താണ്? ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അല്ലേ. ഇനി പുതിയത് എന്താണ്? 10% ഇൻക്രീസ്ഡ് ആണ് അല്ലേ. അപ്പോൾ വിഡ്ത്തിനെ 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ 100 + 10 ആണ് കൊടുക്കേണ്ടത് അല്ലേ. ഇൻക്രീസ് പറയുമ്പോൾ പ്ലസ് ചെയ്യുക 100 അല്ലേ. അപ്പോൾ 110% എന്താക്കുകയാണ് ഇവിടെ? 110% എന്താക്കുന്നത് ഇവിടെ ഇൻക്രീസ് ആവുന്നത് അല്ലേ. അപ്പോൾ 110/100 ഒന്നുകിൽ എഴുതാം. ഇത്രയും പെർസെൻറ്റേജ് ആണ് എന്ത്? ഇത്രയും വിടുത്താണല്ലേ വരുന്നത്. അതേപോലെ തന്നെ ഇതും ഇൻക്രീസ് അല്ലേ. അപ്പോൾ 100 ആ 10 കൂട്ടുക. അപ്പോൾ 110% എന്താണ് ഇവിടെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത്? 100 ആ 10 കൂട്ടുക അല്ലേ. ഡിക്രീസ് ആണെങ്കിൽ എന്താണ്? 100 9 10 കുറയ്ക്കുക ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഓൾഡ് ഏരിയ? എന്താണ് ഓൾഡ് ഏരിയ? എന്താണ് ഹൈറ്റിൻ്റെ വിടുത്ത് അല്ലേ. ഓക്കെ, ഓൾഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ഇനി ന്യൂ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ഏരിയ എന്ന് പറയുമ്പോൾ ന്യൂ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്? 110% ഇൻറ്റു h ഇൻറ്റു 110% ഇൻറ്റു വിഡ്ത്ത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അതിനെ 100 ഒന്നുകിൽ എന്താണ് 110/100 110/100 ഇൻറ്റു h ഇൻറ്റു 110/100 ഇൻറ്റു വിഡ്ത്ത് അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ എന്താക്കുക 110% ഇൻറ്റു h ഇൻറ്റു 110% ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതുക. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ 110/100 ഇൻറ്റു h ഇൻറ്റു 110/100 വിഡ്ത്ത് എന്ന് എഴുതി അല്ലേ. ഇനി എന്താണ് ഈ 110/100 ഇതിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കോമൺ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ. ഒരുമിച്ച് അങ്ങനെ എഴുതുക. അപ്പോൾ എഴുതാൻ മുന്നേ 0 മുകളിലുള്ള 0 താഴെയുള്ള 0 ഒന്ന് ക്യാൻസൽ ആക്കി പോകട്ടോ. ഇത് ക്യാൻസൽ ആക്കാം, ഇതും ക്യാൻസൽ ആക്കാം, ഇവിടെയും ക്യാൻസൽ ആക്കാം, ഇവിടെയും ക്യാൻസൽ ആക്കാം. ഓക്കെ, ഇനി ഇവിടെ എന്താ ഉള്ളത് ബാക്കി? ബാക്കിയുള്ളതെന്ന് പറയുന്നത് എന്താണ്? 11 × 11 ഇതല്ല ഇസ് ഈക്വൽ ടു 11 × 11 പിന്നെ ഹൈറ്റും വിഡ്ത്തും അല്ല വരുന്നത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഓക്കെ, ദെൻ ബൈ 10 × 10 എന്താ? 100 അല്ലേ. ബൈ 100 എന്ന് എഴുതാം കേട്ടോ. ബൈ 100. ഓക്കെ, അപ്പോൾ 11 × 11 എത്രയാണ്? 11 × 11 എത്രയാണ്? 121 അല്ലേ. ഇസ് ഈക്വൽ ടു 121 ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് ബൈ 100 ഉണ്ട്. 121/100 121/100 by 100 121/100 ഹൈറ്റിൻ്റെ വിഡ്ത്ത് അല്ലേ. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ വിഡ്ത്ത് പറഞ്ഞാൽ ഓൾഡ് ഏരിയൻ്റെ അല്ലേ. അപ്പോൾ 121 ഹൈറ്റിൻ്റെ വിഡ്ത്ത് പറയുമ്പോൾ എന്താണ്? 121/100 ഓൾഡ് ഏരിയ അല്ലേ. 121/100 ഓഫ് ദ ഓൾഡ് ഏരിയ. ദെൻ 121/100 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക നമുക്ക്? 100 + 21 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്? 21% ഇൻക്രീസ് ചെയ്യാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ പുതിയ റെക്റ്റാങ്കിളുടെ ഏരിയ വുഡ് ബി ഇൻക്രീസ്ഡ് 21% അല്ലേ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ദെൻ ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 മാത്സിലെ
പേഴ്സൺ എന്നുള്ള ചാപ്റ്ററിലെ ബാക്കി ഭാഗം കേട്ടോ. 13 ചാപ്റ്ററായ പേഴ്സൺ എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം. ഫ്രാക്ഷൻസ് ആൻഡ് പേഴ്സൺസ്. ഓക്കെ, ഫ്രാക്ഷൻസ് എന്താണ് നമുക്കറിയില്ലേ, പോയിന്റ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നോക്കാം ഫ്രാക്ഷൻസും പേഴ്സണും അല്ലേ. ഇവിടെ സ്കൂളിലെ ഒരു റിസൾട്ടാണ് അല്ലേ. SLC റിസൾട്ട് ഡിക്ലയർഡ് പാസ് പേഴ്സൺ 99.70% അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ 99.70% ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ നമ്മളിപ്പോൾ 83%, 80%, 70%, 10% ഒക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കിയാൽ 99.70% എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 99.70% എന്ന് പറഞ്ഞാൽ എന്താണ്? 99.70 ടൈംസ് 1/100. ഓക്കെ, അപ്പോൾ അതായത് 99.70 ഇൻറ്റു പെർസെൻറ്റ് പറഞ്ഞാൽ ബൈ 100 അല്ലേ. അപ്പോൾ ഇൻറ്റു 1/100 അല്ലേ. അപ്പോൾ 99.70 നമുക്ക് ഇങ്ങനെ എഴുതാം. പോയിന്റ് ഒഴിവാക്കിയിട്ട് എന്താക്കുക, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കല്ലേ, 1, 2 അല്ലേ. എന്നിട്ട് എന്താക്കുക, ഇവിടെ 99.70/1 2 0 അല്ലേ, ഇൻറ്റു 1/100. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 0 0 ക്യാൻസൽ ആക്കുക അല്ലേ. അപ്പോൾ 997/1000 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അത് എന്താണ് 997/1000 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ 99.7% എന്ന് പറയാം കേട്ടോ. ദെൻ എന്താണ് ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇവിടെ സാലറീൻ്റെതാണ് അല്ലേ. എംപ്ലോയീസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആർ ഗിവൺ എക്സ്ട്രാ എമൗണ്ട് ഇൻ അഡീഷൻ ടു സാലറി കൂടാതെ എന്താണ് എക്സ്ട്രാ എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ബോണസ് എന്ന് പറയും അല്ലേ. യൂഷ്വലി ഇറ്റ് ഈസ് 8.1/3%. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ആനുവൽ സാലറി ഈസ് ദിസ്? അപ്പോൾ ഈ ആനുവൽ സാലറീൻ്റെ എന്താണ് ഈ ഫ്രാക്ഷൻ ഓഫ് ദ ആനുവൽ സാലറി ഈസ് ദിസ്. അപ്പോൾ എന്താണ് ആനുവൽ സാലറിൻ്റെ എത്ര ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8/1/3 നമ്മളിപ്പോൾ പോയിന്റ് പറഞ്ഞില്ലേ. 8/1/3 നമുക്ക് എന്താക്കാം, സാധാ ഫ്രാക്ഷനിലേക്ക്, മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇത് സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കാം. അപ്പോൾ 8/1/3 ഇൻറ്റു 1/100 എഴുതുക. എന്നിട്ട് എന്താണ് പെർസെൻറ്റേജ് പറയുമ്പോൾ എന്താ ബൈ 100 അല്ലേ. അപ്പോൾ നമ്മളിവിടെ ബൈ 100 ആയിട്ടുള്ള കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പോൾ ഇൻറ്റു 1/100 എഴുതുക കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്താണ് ഇൻറ്റു 1/100 ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 8/1/3 നമുക്ക് മിക്സഡ് ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. സാധാ ഫ്രാക്ഷനിലാക്കണമെങ്കിൽ എന്താ ചെയ്യുക? 8 3s are 24 + 1 25/3 അല്ലേ. 25/3 ഇൻറ്റു 1/100 ഇവിടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 25 100 അല്ലേ. 100 എത്ര 25 ഉണ്ട്? 4 അല്ലേ. 25 1. ഓക്കെ, അപ്പോൾ 1 × 1 1 ബൈ പിന്നെ ഇവിടെ 4 അല്ലേ. 3 4s are 12. ഓക്കെ, 1/12 അല്ലേ. അപ്പോൾ 8/1/3 ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര? 1/12 ഓഫ് ദാറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ, ദെൻ നോക്കൂ, ക്യാൻ യു റൈറ്റ് ഇസ് ഫ്രാക്ഷൻ ദിസ് പാർട്ട് ഗിവൺ എസ് പേഴ്സൺ ബിലോ. അപ്പോൾ എന്താ പേഴ്സൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഫ്രാക്ഷനിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12/1/2% എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം എന്താക്കുക, ഇങ്ങനെ എഴുതാം അല്ലേ. 12/1/2% അല്ലേ. അപ്പോൾ 12/1/2 ഇൻറ്റു 1/100 എഴുതുക. അപ്പോൾ നമ്മൾ എന്താക്കി 12/1/2 ഇൻറ്റു 1/100 അല്ലേ ഈക്വൽ ടു ഈ 12/1/2 എന്നുള്ളതിന് എന്താക്കി 12/1/2 പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ആ പെർസെൻറ്റേജ് എന്നുള്ളത് എന്താക്കി 1/100 എഴുതി അല്ലേ. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് എപ്പോഴും 1/100 ആണ് എഴുതല് കേട്ടോ. ഓക്കെ, 12/1/2 ഇൻറ്റു 1/100. ദെൻ 12/1/2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. സാധാ ഫ്രാക്ഷനിലാക്കാൻ എന്താണ് ഈ സൈഡത്തും പിന്നെ എന്താണ് ഈ ഡിനോമിനേറ്ററും കൂടി ഇൻറ്റു ചെയ്യും അല്ലേ. എന്നിട്ട് എന്താണ് ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 12 × 2 എത്രയായി 24 24 + 1 25 25/2 അല്ലേ. അതാണ് ഇവിടെ വരുന്നത് അല്ലേ. 25 പിന്നെ ഈ അടിയുള്ള നമ്പർ എന്താണ് അതങ്ങനെ എഴുതുക. 25/2 ഇൻറ്റു 1/100 എഴുതി. ഇനി നമുക്ക് എന്താ അതിൽ ക്യാൻസൽ ചെയ്യാണ്ടുണ്ട് അല്ലേ. അവിടെ 25 എത്ര വർഷമാണ് നോക്കുക 1. അതുപോലെ എന്താണ് 25 100 25 എത്ര വട്ടാണ് 4 അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഇവിടെ 4 എന്ന് എഴുതാം. ഓക്കെ, 4 ഇവിടെ 4 എന്ന് എഴുതി. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? മുകളിലത്തെ തമ്മിൽ ഇൻറ്റു അല്ലേ. 1 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു 1 × 1 എന്ന് പറയുമ്പോൾ 1 അല്ലേ. 1 ബൈ ഇനി എന്താണ് 1 അല്ലേ. 1 ഇനി അടിയത്തെ എന്താ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ. അപ്പോൾ 2 × 4 എന്താണ് 1 എന്ന് എഴുതാം കേട്ടോ. അത് ഇവിടെ 1. ഓക്കെ, ഇനി 2 × 4 എന്താണ് 8 അല്ലേ. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ.
അപ്പോൾ 2 × 4 എന്ന് പറയുമ്പോൾ എന്താണ് 8, അതോ 8 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ്, ഇപ്പോൾ എത്ര പാർട്ടാക്കി ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതുക നമ്മൾ 1/8 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് 6 1/4%, അത് അതേപോലെ തന്നെ എഴുതുക അല്ലേ. 6 1/4 × 1/100 എഴുതുക = 6 1/4 എന്ന് പറയുമ്പോൾ അതിന് മിക്സഡ് ഫ്രാക്ഷനാണല്ലോ തന്നിരിക്കുന്നത്, അതിൻ്റെ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ 6 എന്താണ് സൈഡത്തെ ഇത് ഇൻറ്റു ചെയ്യുക. നിങ്ങളിങ്ങനെ എഴുതുക 6 1/4 × 1/100 എന്ന് എഴുതുക = എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, ഇത് മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. 6 × 4 എത്രയാണ്, 6 × 4 20 എത്രയാണ്, 6 4s are എത്ര 24 അല്ലേ. അപ്പോൾ 24 + 1 അല്ലേ, 24 + 1 എത്രയാണ് 25 അല്ലേ. അപ്പോൾ 25/4 എന്ന് എഴുതുക ഇവിടെ. അപ്പോൾ 25 ഇവിടെ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുക, ഇവിടെ = മുതലേ എഴുതുക കേട്ടോ. എന്താണ് = 25/4 × 1/100 എന്ന് എഴുതുക. അപ്പോൾ 25/4 × 1/100 എന്ന് എഴുതി അല്ലേ. ഇനി എന്തായാലും 25 ക്യാൻസൽ ചെയ്യാണ്ടുണ്ട് അല്ലേ, 25 100 അല്ലേ. അപ്പോൾ 25 25 എത്ര വട്ടാണ് 1 അല്ലേ. അതുമാതിരി എന്താണ് 100 25 എത്ര വട്ടുണ്ട് 4 ടൈംസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക, അത് ക്യാൻസൽ ചെയ്തിട്ട് എന്താക്കുക, ഇവിടെ 1 എന്ന് എഴുതുക, ഇവിടെ 1 എഴുതുക. കുറച്ച് മേലേക്ക് ചെയ്തിട്ടാ കാണണം നമുക്ക്. ഇവിടെ എന്താണ് 4 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 4 എന്ന് എഴുതല്ലേ. 100 എത്ര 25 ഉണ്ട് 4 അല്ലേ. ഇനി നമുക്ക് എന്താ ഇവിടെ ആൻസർ കിട്ടുക = ഇവിടെ മുകളിലത്തെ എന്താ 1 ആണല്ലേ. 1 × 1 എന്താണ് 1. ഓക്കെ, അപ്പോൾ 1/1 ഇനി എന്താണ് വരുന്നത് 1/, ഇനി താഴെയുള്ള എന്താണ് 4 × 4 അല്ലേ. 4 × 4 എന്താണ് 16 അല്ലേ. അപ്പോൾ എന്താണ് 1/16 കേട്ടോ. അപ്പോൾ ഈ 6 1/4% നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/16 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് 33 1/3% അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ എഴുതുക 33 1/3 × 1/100 എന്ന് എഴുതുക കേട്ടോ. = എന്നും പറഞ്ഞിട്ട് പിന്നെ എഴുതുക. ആദ്യം എന്താ എഴുതണ്ടേ 33 1/3 × 1/100 എന്ന് എഴുതുക = എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താക്കുക, ഈ 33 1/3% അല്ലേ. അപ്പോൾ എന്താ മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലാക്കണം അല്ലേ. അപ്പോൾ 33 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 99 + 1 എത്രയാണ് 100 അല്ലേ. അപ്പോൾ 100/3 നമുക്ക് എഴുതാം. 100 / 3. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലേക്ക് ആകുമ്പോൾ 100/3 × 1/100 അല്ലേ. ഇനി എന്താക്കുക, ഇവിടെ മുകളിലും താഴത്തും 100 ഉണ്ട് അല്ലേ, അങ്ങ് ക്യാൻസൽ ആക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ 100 ഉണ്ട്, ഇവിടെയും 100 ഉണ്ട്, ക്യാൻസൽ ആയി അല്ലേ. അവിടെ 1ഉം ഇവിടെയും 1 അല്ലേ. ഓക്കെ, 1 ദെൻ 1 × 1 എന്താണ് 1/3 × 1 എന്ന് പറഞ്ഞാൽ എന്താ 3 അല്ലേ. അപ്പോൾ 1/3 ആണ് കേട്ടോ വരുന്നത് ഫ്രാക്ഷനായിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാൽ എന്താണ് 66 2/3% ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ എന്താ 66 2/3 × 1/100 എന്ന് എഴുതുക = എന്ന് പറഞ്ഞിട്ട് ഈ മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലൊക്കെ ആക്കിയിട്ട് എഴുതിയിട്ട് × 1/100 എന്ന് എഴുതുക. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താ മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലാക്കുമ്പോൾ 66 × 3 ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര 198 ഇട്ട് 198 + 2 എത്രയാണ് 200 അല്ലേ. അപ്പോൾ 200/3 × 1/100 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 200/3 × 1/100 എഴുതി. ഇവിടെ 0 ഉണ്ട്, ക്യാൻസൽ ആക്കി പോകാം അല്ലേ. 0 0യും ഈ 0യും ക്യാൻസൽ ആക്കി പോവാം. ഓക്കെ, ദെൻ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, ബാക്കി ഇവിടെ 2 ഉണ്ട് 1 ഉണ്ട് അല്ലേ. അപ്പോൾ = 2 × 1 എത്ര 2 പിന്നെ 3 × ഇവിടെ 1 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 3 × 1 എന്താണ് 3 അല്ലേ. അപ്പോൾ 2/3 ആണ് നമ്മൾ ആൻസർ അല്ലേ. ഓക്കെ, അപ്പോൾ 2/3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് 16 2/3% ആണ് അല്ലേ. അപ്പോൾ 16 2/3% നമുക്ക് എങ്ങനെ എഴുതാം 16 2/3 × 1/100 എന്ന് എഴുതാം. ദെൻ 16 2/3 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ 60 × താഴെ 3 ആണ് അല്ലേ. അപ്പോൾ 60 × 3 എന്താണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 60 × 3 48 ആണ്. 48 + 2 50 അല്ലേ. മുകളിൽ 2 അല്ലേ. അപ്പോൾ 50/3 എന്ന് എഴുതുക × 1/100. ഓക്കെ, അപ്പോൾ 15/3 × 1/100 എന്ന് എഴുതി. ഇങ്ങനെ 0 ക്യാൻസൽ ആക്കി പോകാം അല്ലേ. ഇവിടെ 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി എന്താ അവിടെ 5 ആണ്, ഇവിടെ 10 ആണ് അല്ലേ. അപ്പോൾ 5ൽ എത്ര 5 ഉണ്ട് 1 അല്ലേ. 10ൽ എത്ര 5 ഉണ്ട് 2. ഓക്കെ, അപ്പോൾ എന്താ 10ൽ 2 എന്ന് എഴുതുക. ഓക്കെ, 10ൽ 2. ദെൻ
ഇനി എന്താ ഡിനോമിനേറ്ററിലുള്ളതും ന്യൂമറേറ്ററിലുള്ളതും ന്യൂമറേറ്ററിൽ എന്താണ് 1 × 1 ആണ് ലൈസ് ഈക്വൽ ടു 1 ബൈ എന്താണ് ഈക്വൽ ടു 1 ബൈ താഴെ എന്താ അവിടെ ഉള്ളത് 3 × 2 6 അല്ലേ. അപ്പോൾ 1/6 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/6 എന്ന് കിട്ടിയിട്ട് അതിൻ്റെ ഫ്രാക്ഷന്. ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്തത് എന്താണ് 83 1/3% ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക 83 1/3 × 1/100 എഴുതുക. അങ്ങോട്ട് മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക. അപ്പോൾ 83 × 3 ചെയ്യുക അല്ലേ, +1. ഓക്കെ, അപ്പോൾ 83 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 83 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 249 കിട്ടും. 249 + 1 എത്രയാണ് 250 അല്ലേ. അപ്പോൾ 250/3 × 1/100 എഴുതുക. ഓക്കെ, അപ്പോൾ 250/3 × 1/100 കിട്ടിയില്ലേ. ഇനി എന്താണ് ഇവിടെ 0 ഉണ്ട് അല്ലേ. അപ്പോൾ 0നെ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെയും 0 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം അല്ലേ. 25ഉം ഇവിടെ 10ഉം ആണല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് 25ലും 10ലും 5 ഉണ്ട് അല്ലേ. അപ്പോൾ 25ൽ എത്ര 5 ഉണ്ട് 5 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 5 എഴുതുക. 10 എത്ര 5 ഉണ്ട് 2 അല്ലേ. അപ്പോൾ നമുക്ക് അതും ഇവിടെ എഴുതുക അല്ലേ. 25ൽ എത്ര 5 ആണ് 5 അല്ലേ. ആ 5 ആദ്യം ഇവിടെ എഴുതുക. ഓക്കെ, 25ൽ 5, 10ൽ എത്ര 5 ഉണ്ട് 2 അല്ലേ. ഓക്കെ, 2 ദെൻ ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതുക ഈക്വൽ ടു 5 മുകളിലത്തെ ന്യൂമറേറ്റർ 5ഉം 1ഉം അല്ലേ. 5 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 അല്ലേ. അപ്പോൾ 5/3 × 2 എന്താ 6 അല്ലേ. അപ്പോൾ 5/6. ഓക്കെ, അപ്പോൾ 5/6 എന്ന് കിട്ടിയിട്ട് 83 1/3. ഓക്കെ, ദെൻ ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കിയേ, പേഴ്സൺ തന്നിട്ട് ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ് അതിനെ 1/100 അങ്ങ് ഇൻറ്റു ചെയ്യണം അല്ലേ. ബട്ട് കൺവേർട്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ പേഴ്സൺ ടു ദ ഫ്രാക്ഷണൽ ഫോം. ഫ്രാക്ഷണൽ ഫോമിൻ്റെ പേഴ്സൻറ്റിനെ നമ്മൾ എന്താണ് അതായത് ഒരു നമ്പർ അല്ലേ, അതല്ല ഇവിടെ പറയുന്നത് ഒരു പേഴ്സൻറ്റ് തന്നിരിക്കുന്ന ഒരു പേഴ്സൻറ്റിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കണമെങ്കിൽ 1/100 ഓഫ് ദാറ്റ് നമ്പർ ഈസ് ടു ബി കമ്പ്യൂട്ടർ അല്ലേ. 1/100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഇനി ഇവിടെ 12 1/2% ക്യാൻ ബി കമ്പ്യൂട്ടഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ ചെയ്യാം. 12 1/2 എന്ന് പറയുമ്പോൾ 12 1/2 × 1/100 അല്ലേ. ഈ സ്മോളസ്റ്റ് ഫോം ആക്കുക അല്ലേ. അപ്പോൾ 12 1/2 എന്താണ് സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക. 12 × 2 24 + 1 25/2 അല്ലേ. അപ്പോൾ 1/100 × 25/2 ദെൻ 25/200 അല്ലെങ്കിൽ 25 200 എത്ര പ്രാവശ്യം ഉണ്ട് 25 1 ടൈംസ് 200 25 8 ടൈംസ്. ഇപ്പോൾ 1/8 എഴുതുക. അപ്പോൾ 12 1/2% ഓഫ് ദാറ്റ് നമ്പർ ഈസ് 1/8 ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ഫ്രാക്ഷൻ ഇത് നമ്മൾ പേഴ്സൻറ്റ് തന്നിട്ട് ഫ്രാക്ഷനിലാക്കണമെങ്കിൽ 1/100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി അല്ലേ. ഇനി ഒരു ഫ്രാക്ഷൻ തന്നു ചോദിച്ചാൽ അതിനെ പേഴ്സൻറ്റിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയുമോ × 100 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1/3 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനെ പേഴ്സൻറ്റിലാക്കണമെങ്കിൽ 1/3 × 100 കണ്ടോ 1/3 × 100. അപ്പോൾ അതിനെ നമുക്ക് 100/3 അല്ലേ. അപ്പോൾ 33 1/3% ചെയ്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പാർട്ടിനെ ഫ്രാക്ഷൻ തരികയാണ്. ആ ഫ്രാക്ഷനെ പേഴ്സൻറ്റേജിലേക്ക് ആക്കാൻ പറഞ്ഞാൽ 100 ടൈംസ് ഫ്രാക്ഷൻ മസ്റ്റ് ബി × 100 ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ 120 ചിൽഡ്രൻ ടുക്ക് എ ടെസ്റ്റ് ആൻഡ് 110 ഓഫ് ദം പാസ്ഡ് ഇറ്റ്. 120 കൂട്ടിൽ എന്താക്കി ഒരു ടെസ്റ്റ് ചെയ്തില്ലേ. അതിൽ 110 ആൾക്കാർ പാസ് ചെയ്തു. വാട്ട് % ഓഫ് ദോസ് ഹൂ ടുക്ക് ദ ടെസ്റ്റ് പാസ്ഡ് ഇറ്റ്. അപ്പോൾ എന്താണ് ഈ ടെസ്റ്റ് പാസ് ചെയ്തത് എത്ര % ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പാസ് ചെയ്ത ആൾക്കാർ എത്ര % ആണ് അത് കാണണമെങ്കിൽ എന്താണ് ടെസ്റ്റ് പാസ് ചെയ്തത് എത്ര % ആൾക്കാരാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക പാസ് ചെയ്ത ആൾക്കാർ എത്ര 110 അല്ലേ. ടോട്ടൽ 120. അപ്പം പാസ് ചെയ്തത് ആദ്യം മുകളിൽ ഇത് അല്ലേ 110 ടോട്ടൽ അല്ലേ. അപ്പോൾ 120 അല്ലേ. 110/120 = നമുക്ക് 0 ക്യാൻസൽ 11/12 നോട്ട് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് × 100 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്താക്കി 110 അല്ല 11 × 100 അല്ലേ. അപ്പോൾ എന്താണ് 1100/12 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 91 2/3 എന്ന് കിട്ടും. അത്രയും % പാസ് ചെയ്തെന്നാണ്. ഓക്കെ, ദെൻ വേറൊരു പ്രോബ്ലം നോക്കി. ഇഫ് എ ടേബിൾ ബോട്ട് ഫോർ 10,000 rupees is sold for 10,550 rupees. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് %? അപ്പോൾ പ്രോഫിറ്റ് % എന്താ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടേബിൾ വാങ്ങിയ 10,000 രൂപയ്ക്കാണ് വിറ്റത് 1550 രൂപയ്ക്കാണ് അല്ലേ. അങ്ങനെ പ്രോഫിറ്റ് % എങ്ങനെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് % കാണണമെങ്കിൽ എന്താണ് സെല്ലിംഗ് പ്രൈസ് ആദ്യം എന്താക്കുക ലാഭം എത്ര പ്രോഫിറ്റ് എത്രയെന്ന് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് അറിഞ്ഞിട്ട് എന്താക്കുക പ്രോഫിറ്റിനോട് പ്രോഫിറ്റ് ബൈ
ഈ വാങ്ങിയ വില ബൈ വാങ്ങിയ വില ചെയ്യുക ഇൻറ്റു 100 ചെയ്താൽ മതി കേട്ടോ. നോക്കൂ, ആദ്യം എന്താക്കുക, നമുക്ക് ലാഭം കാണണം. ലാഭം കാണണമെങ്കിൽ എന്താണ്, വിറ്റ വില മൈനസ് വാങ്ങിയ വില അല്ലേ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ 10,550 മൈനസ് 1000 കിട്ടി. അപ്പോൾ നമുക്ക് 550 കിട്ടി. അതാണ് പ്രോഫിറ്റ് റുപ്പീസ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി പ്രോഫിറ്റ് പെർസെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്താക്കുക, ഈ ലാഭം അല്ലേ, ലാഭം എന്താണ് 550 അല്ലേ, പ്രോഫിറ്റ് 550 ബൈ വാങ്ങിയ വില എത്രയാണ്, കോസ്റ്റ് പ്രൈസ് 10,000 അല്ലേ. അപ്പം 550 ബൈ 10,000 ചെയ്യുക. ഓക്കെ, ഇത് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി പേഴ്സൻറ്റ് കാണില്ല അല്ലേ, ഇൻറ്റു 100 ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻറ്റു 100 ചെയ്താൽ അപ്പം ഇത് കിട്ടി നമുക്ക് 5/1/2% എന്ന് കിട്ടി. ഈ 5/1/2% നമുക്ക് 5.5 എന്നും എഴുതാം കേട്ടോ. 5/1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്രയാ 55/10 ചെയ്താൽ അല്ലേ. അപ്പോൾ 5.5 എന്നും കിട്ടും. ഇതിന് എങ്ങനെ ചെയ്യേണ്ട അറിയില്ല. 5 × 2 10, 10 + 1 11, 11/2 അല്ലേ. ഇനി താഴെ ഡിനോമിനേറ്റർ 10, 20 എന്തെങ്കിലും 10, 100 ആക്കണം അല്ലേ. അപ്പോൾ 2 എന്തെങ്കിലും ചെയ്താൽ 10 കിട്ടും 5. അപ്പോൾ 11/2നെ 5 മുകളിലും താഴത്ത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 11 × 5 / 2 × 5. അപ്പോൾ എന്ത് കിട്ടി, 55/10. അതാണല്ലേ 5.5 എന്ന് കിട്ടി. അത്രയും പെർസെൻറ്റേജ് എന്നും എഴുതാം കേട്ടോ. ഇനി നോക്കൂ, ഈ തന്നിരിക്കുന്നത് നോക്കൂ, നൗ കാൺസ് യു ഡു ദിസ് പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ എ സ്കൂൾ ദർ ആർ 750 സ്റ്റുഡൻസ് ആൻഡ് 450 ഓഫ് ദം ആർ ഗേൾസ്. ഒരു സ്കൂളിൽ 750 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ, അതിൽ 450 ഓഫ് ദം ഗേൾസ് ആണ് അല്ലേ. വാട്ട്സ് ദ പെർസെൻറ്റ് ഓഫ് എ ഗേൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഗേൾ സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എ സ്കൂൾ ദർ ആർ 750 സ്റ്റുഡൻസ് ആൻഡ് 414 ഓഫ് ദം ആർ ഗേൾസ്. വാട്ട് ഈസ് ദ പെർസെൻറ്റ് ഓഫ് ഗേൾ സ്റ്റുഡൻസ്. ഒരു സ്കൂളിൽ 750 സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ, അതിൽ 450 എന്താണ്, ഗേൾസ് ആണ്. അങ്ങനെയാണ് ആ ഗേൾ സ്റ്റുഡൻസിന്റെ പെർസെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പെർസെൻറ്റ് കാണുമ്പോൾ ഇപ്പോൾ എന്താ ടോട്ടൽ താഴെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ ടോട്ടൽ 750 അല്ലേ. അപ്പോൾ 750 എന്താക്കുക, ബൈ 750 എഴുതുക. അപ്പം ഗേൾസിലെ പെർസെൻറ്റാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 415 ബൈ 750 ഇൻറ്റു പെർസെൻ്റാണ് കാണുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 100 മൾട്ടിപ്പിൾ ചെയ്യാണ് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 450 ബൈ 750 കിട്ടി ഇൻറ്റു 100 എഴുതി അല്ലേ. ഇനി ഈ സീറോയും നമുക്ക് ക്യാൻസൽ ആക്കാം കേട്ടോ. ഈ സീറോയും ക്യാൻസൽ ആക്കി. ഓക്കെ, ദെൻ ഇവിടെ ബാക്കി 45ഉം 75 ഉള്ളത് അല്ലേ. അപ്പോൾ 5 രണ്ടിലും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 45ൽ എത്ര 5 ഉണ്ട്, 9. ഓക്കെ, 9 വരുന്നുണ്ട് അല്ലേ. ദെൻ 75ൽ എത്ര 5 ഉണ്ട്, 10 5s are 50 അല്ലേ. പിന്നെ 15 അല്ലേ. 15 × 5 എത്രയാണ്, 75 അല്ലേ. ഓക്കെ, 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9/15 × 16 അല്ലേ. ഇനി നമുക്ക് എന്താക്കാം, ഈ 15ൽ എന്താണ് 100ൽ എത്ര 5 ഉണ്ട്, 100 എത്ര 5 ആണ്, 20 അല്ലേ. അപ്പോൾ നമുക്ക് കൂടെ 20 ചെയ്താൽ. ഓക്കെ, ഇനി 5ൽ എത്ര 15ൽ എത്ര 5 ഉണ്ട്, 3. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ഇവിടെ 9 ആണ്, ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ 3 9ലും ഉണ്ട്, എന്ത് 3ലും ഉണ്ട് അല്ലേ. അപ്പോൾ 3ൽ എത്ര 3 ആണ്, 1. ഓക്കെ, ഇനി 9ൽ എത്ര 3 ഉണ്ട്, 3. ഓക്കെ, ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്, നമുക്ക് 3 × 20 ആണ് അല്ലേ. അപ്പോൾ 3 × 20. 3 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 20 എന്ന് പറഞ്ഞാൽ 60 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്താ, 16% ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 3 × 2 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറഞ്ഞാൽ 60 60% അല്ലേ. അപ്പോൾ 60% ആണ് എന്ത് ഗേൾസ് ഉള്ളത് കേട്ടോ. എന്താ 6 ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
A person who earns 30,000 rupees a month spend 8,000 rupees on food. What percentage of earning in this? അപ്പോൾ എന്താണ് 30,000 രൂപ എന്താണ് അയാൾ വാങ്ങുന്നുണ്ട് അല്ലെ, ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ട്. അയാൾ എന്താണ് 8,000 റുപ്പീസാണ് ഇത് ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് പേഴ്സൻറ്റ് ഏണിങ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പേഴ്സൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ അടിയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡിനോമിനേറ്ററിൽ 30,000 എഴുതണം അല്ലേ, ടോട്ടൽ എഴുതണം. അപ്പോൾ 8,000 by 30,000 ഇൻറ്റു 100. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, 30,000 അല്ലേ, 8,000. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 8,000 by 30,000 by 30,000 into 100. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അതാ ഇവിടെ 0 zeros ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇതൊരു 0 ക്യാൻസലാക്കി, ഇനി ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇനി ഇവിടെ ഒരു 0 ക്യാൻസലാക്കി, ഇവിടെ ഒരു 0 ക്യാൻസലാക്കി അല്ലേ. ഇനി സീറോസ് ഒന്നും ഇല്ലല്ലോ, ഇല്ല അല്ലേ. ഇതൊക്കെ ന്യൂമറേറ്റർ വിടുന്ന കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ വരുന്നത്, അപ്പം ഇവിടെ ബാക്കിയുള്ളത് 8 into 10 അല്ലേ. 8 into 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 80. പിന്നെ 80 by 3 അല്ലേ, 80 by 3 ആണ് വരുന്നത്. 80 by 3 എന്ന് എഴുതും. അപ്പോൾ 80 by 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും സ്മോളസ്റ്റ് ആക്കാൻ കഴിയുമോ 80 by 3-ലെ? അപ്പോൾ നമുക്ക് 80 by 3-നെ നമുക്ക് സാധാ ഡിവിഷനിലേക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ഈ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം ഇതിൽ. അപ്പോൾ 18 divided by 3 കിട്ടിയാൽ അവിടെ 26 കിട്ടുക. 2 3s are 6, 8 6 by 2, പിന്നെ 0 ഇറക്കി എഴുതി, പിന്നെ 6 3s എത്രയാണ് 18, പിന്നെ 20 80 പോയപ്പോൾ 2 അല്ലേ. അപ്പോൾ 26 പിന്നെ 2 by പിന്നെ ഈ സൈഡിലുള്ളത് അല്ലേ. ആദ്യം മുകളിലുള്ള ഇവിടെ സൈഡിൽ എഴുതുക, പിന്നെ നടുക്കൊരു വരെ ഇടുക, പിന്നെ റിമൈൻഡർ എന്താണ് അതിവിടെ എഴുതുക, പിന്നെ എന്തിനോടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് താഴെ എഴുതുക. ഓക്കെ, അപ്പോൾ 26 2/3% നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, for 4,500 rupees had to be sold for rupees 4,000. വാട്ട്സ് എ ലോസ് പേഴ്സൺ? ഇവിടെ ലോസ് പേഴ്സൻ്റെ കാണേണ്ടത് അല്ലേ, ലോസ് പേഴ്സൻ്റെ കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്താക്കണം, ആദ്യം ഇവിടെ എത്രയാണ് നഷ്ടം പെട്ടതെന്ന് അറിയണം അല്ലേ. അപ്പോൾ എന്താണ് ലോസ് പെർസെൻറ്റേജ് കാണുന്നത്, ലോസ് ആദ്യം കാണുക അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലോസ് കിട്ടും അല്ലേ. അപ്പോൾ 4,500-ൽ നിന്ന് 4,000 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 4,500-ൽ നിന്ന് 4,000 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക, 500 ഇത് കിട്ടും. ഓക്കെ, 4,500 മൈനസ് 4,000 is equal to നമുക്ക് എന്ത് കിട്ടും, 500 കിട്ടും. അപ്പോൾ ലോസ് എത്രയാണ്, 500 ആണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് ലോസ് പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്, നമുക്ക് ലോസ് ബൈ എന്താണ്, ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് പറയുമ്പോൾ എന്താണ് ലോസ്, എന്താണ് ലോസ് എത്രയാണ് നമുക്ക് കിട്ടിയത്, 500 അല്ലേ. ഇതാണ് കേട്ടോ ലോസ്, ഇതാണ് ഇത് ലോസ് അല്ലേ. ഓക്കെ, ദെൻ ഇനി എന്താണ് ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ലോസ് എത്രയാണ്, 500 ആണ് അല്ലേ. അപ്പോൾ 500 ബൈ പിന്നെ എന്താണ് കോസ്റ്റ് പ്രൈസ് എത്രയാ, 4,500 അല്ലേ. ബൈ 4,500 ഓക്കെ ഇൻറ്റു 100 എന്ന് ചെയ്യുക, ഇൻറ്റു 100. ഓക്കെ, ഇനി നമുക്ക് സീറോസിൻ്റെ ക്യാൻസൽ ആക്കി പോവാം അല്ലേ. അപ്പോൾ സീറോസിൻ്റെ ഇവിടെ, അപ്പോൾ ഇവിടെ ഈ 2 0യും ഈ 2 0യും ക്യാൻസൽ ആക്കുക. ഇനി എന്താണ് 45-ലും 500-ലും 5 ഉണ്ടെന്ന് നോക്കുക, ഉണ്ട് അല്ലേ. 45-ൽ എത്ര 5 ഉണ്ട്, 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. 500-ൽ എത്ര 5 ഉണ്ട്, 100 അല്ലേ. അപ്പോൾ 100 by 9 കിട്ടും അല്ലേ. ഓക്കെ, അവിടെ 100 കിട്ടും. ഇവിടെ എന്ത് കിട്ടും, 9 കിട്ടും അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസ് ഈക്വൽ ടു 100/9 കിട്ടും. ഓക്കെ, 100/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഇതിനെ ഇതാക്കാൻ പറ്റുമോ അല്ലേ? എത്രയാ? 33. നിങ്ങൾ ചെയ്ത് നോക്കുക സൈഡിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100/9 നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11/9% കിട്ടും. അപ്പം നമുക്ക് എന്താണ് നഷ്ടം? ലോസ് പെർസെൻറ്റേജ് എത്രയാണ്? 11/9%. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1000 വോട്ടഡ് ഇൻ ഇലക്ഷൻ ആൻഡ് വിന്നർ ഗോട്ട് 900 വോട്ട്സ്. വാട്ട് പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ഈസ് ദിസ്? എന്താണ്? ഇത്രയും ആൾക്കാർ എന്താക്കി വോട്ട് ചെയ്ത് ഇലക്ഷനിൽ, അതിൽ വിജയിച്ച ആൾക്ക് 900 വോട്ട്സാണ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം വോട്ടിൻ്റെ ടോട്ടൽ വോട്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ ടോട്ടലാണ് അടിയിൽ എഴുതേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 900/1600 ഇൻറ്റു 100 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 900 അപ്പോൾ ഇവിടെ എന്താണ്? സീറോസ് അല്ലേ? ഈ 0 ക്യാൻസൽ ആക്കുക, 2 0. ഇവിടെ ഈ 2 0 ക്യാൻസൽ ആക്കുക അല്ലേ? പിന്നെ ഇവിടെ എന്താ? 900/16 അല്ലേ? ഇതിനെ പകുതിയാക്കുക, ഇതിനും പകുതിയാക്കുക അല്ലേ? ഇതിനെ പകുതിയാക്കുമ്പോൾ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇതിനെ പകുതിയാക്കിയാലോ 415 കിട്ടും അല്ലേ? 450. ഓക്കെ, 450 എന്ന് കിട്ടും. ഇനി നമുക്ക് 8നെ പകുതിയാക്കാം അല്ലേ? 4 എന്നാക്കാം അല്ലേ? 450നെ പകുതിയാക്കി എന്താ കിട്ടുക? ഓക്കെ, 450നെ പകുതിയാക്കിയാൽ നമുക്ക് 225 അല്ലേ? 225 കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ്? ഇവിടെ 1 ആണല്ലോ അല്ലേ? അപ്പോൾ 225 × 1/4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 225/4 എന്ന് എഴുതാം. ഈക്വൽ ടു 225/4. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 225/4 എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക. അപ്പോൾ എന്ത് കിട്ടും? 56 1/4% നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ 225/4 എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 56 1/4% കിട്ടും. ഓക്കെ, അത്രയും പെർസെൻറ്റേജ് ആണ് ഈ ടോട്ടൽ വോട്ടിൻ്റെ. ഈ 900 വോട്ട്സ് എന്ന് പറയുന്നതാണ് 56 1/4% ആണ് ഈ മൊത്തം വോട്ടിൻ്റെ ഈ 900 വോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അജയൻസ് സാലറി ഈസ് 25% മോർ ദാൻ സജയൻസ് സാലറി. അപ്പോൾ അജയൻ്റെ സാലറി എന്ന് പറയുന്നത് സജയൻ്റെ സാലറിൻ്റെയിട്ടാലും 25% കൂടുതലാണ് അല്ലേ? ബൈ വാട്ട് പെർസെൻറ്റ് ഓഫ് അജയൻ സാലറി ഈസ് സജയൻ സാലറി ലെസ്? അങ്ങനെയാണെങ്കിൽ അജയൻ്റെ സാലറി ഈ സജയൻ്റെ സാലറിയേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ അജയൻ സാലറി ഈസ് 25% മോർ ദാൻ സജയൻ സാലറി. അജയൻ്റെ സാലറി എന്താണ്? സജയൻ്റെ സാലറിയേക്കാൾ 25% കൂടുതലാണ് അല്ലേ? അപ്പോൾ ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് അജയൻ സാലറി ഈസ് സജയൻ സാലറി ലെസ്? അങ്ങനെയാണെങ്കിൽ ഈ അജയൻ്റെ സാലറിൻ്റെ ഈ സജയൻ്റെ സാലറി എത്ര കുറവാണ് ഈ അജയൻ്റെ സാലറിയേക്കാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണുക? അതായത് അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര കുറവായാണ് ഈ സജയൻ്റെ സാലറി? അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ് ഈ സജയൻ്റെ സാലറി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണുക അറിയോ? നമുക്ക് അജയൻ്റെ സാലറി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അജയൻ്റെ സാലറി 25% പറഞ്ഞു. സജയൻ്റെ സാലറിയേക്കാൾ 25% കൂടുതലാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എന്താണ് അജയൻ്റെ സാലറി? അപ്പം സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ 100 ആണെങ്കിൽ സജയൻ്റെ സാലറി ഇസ് ഈക്വൽ ടു 100 എന്ന് എഴുതുക. പിന്നെന്താണ്? അപ്പോൾ അജയൻ്റെ സാലറി എത്രയായിരിക്കും? 100 + 25 അല്ലേ വരിക? അപ്പോൾ 125 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അജയൻ്റെ സാലറി ഈസ് ഈക്വൽ ടു 100 + 25 125 എന്ന് കിട്ടി. ദെൻ ഇനി എന്താണ്? സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? 100/125 ഇൻറ്റു എത്ര? 100 ചെയ്യുക അല്ലേ? അപ്പോൾ 100/125 ഇൻറ്റു 100 ചെയ്യുക. ഓഫ് എന്താണ്? ആരെ സാലറിയാണ്? ഈ അജയൻ്റെ സാലറി അല്ലേ? അജയൻ്റെ സാലറിയേക്കാളും എന്താണ് ഇത് കൂടുതലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ബീൻ്റെ സാലറി എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക?
80% അല്ലേ. അപ്പം എന്താണ് സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് 80% കിട്ടും. അപ്പോൾ സജയൻ്റെ സാലറി നമ്മൾ 100 രൂപ വിചാരിച്ചോ. അങ്ങനെ ആകുമ്പോൾ അജയൻ്റെ സാലറി ഈ സജയൻ്റെ സാലറിൻ്റെക്കാളും 25 കൂടുതൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 100 + 25 എത്രയാണ്? 125 കിട്ടി. ഇനി സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇതാ സജയൻ്റെ സാലറി 100 അല്ലേ ബൈ അജയൻ്റെ സാലറി 125 അല്ലേ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് അജയൻ സാലറി ഇനി നമ്മൾ ക്യാൻസൽ ചെയ്തേക്കുക. 100ൽ എത്ര 25 ഉണ്ട്? 4 അല്ലേ. 125ൽ എത്ര 25 ഉണ്ട്? 5. ഓക്കെ അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 100ൽ 25 4ഉം 125ൽ 4 25 എത്രയാണ്? 5 ടൈംസ് അല്ലേ. ഇനി 5 100 നോക്കാം അല്ലേ. അപ്പോൾ 100ൽ 5 ഉണ്ട് അല്ലേ. 5ൽ എത്ര 5 ആണ്? 1. ഓക്കെ 1. 100ൽ എത്ര 5 ഉണ്ട്? 20 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താക്കുക? ഇവിടെ 20 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ ഇവിടെ കിട്ടുക? ഇവിടെ 20 എന്ന് എഴുതുക. ഓക്കെ അപ്പോൾ ഇവിടെ 20 × 4 ആണല്ലോ അല്ലേ. അപ്പോൾ 20 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? = 20 × 4 അല്ലേ. അപ്പോൾ ഇവിടെ 80/1 അല്ലേ. അപ്പോൾ 80% ഓഫ് എന്ത് വരും? 80% ഓഫ് അജയൻ സാലറി എന്ന് വരും അല്ലേ. അപ്പം അജയൻ്റെ സാലറി എന്ന് പറയുന്നത് എന്താണ്? 80% ഓഫ് അജയൻ സാലറി ഓഫ് അജയൻസ് സാലറി. ഓക്കെ അജയൻസ് സാലറി. അപ്പോൾ ഇനി 80% ആണല്ലോ അജയൻ്റെ എന്താണ് സജയൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ അജയൻ്റെ സാലറിയേക്കാൾ 80% ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ ഈ സജയൻ്റെ സാലറി = സജയൻസ് സാലറി സജയൻസ് സാലറി എന്ത് വരും? 100 - 8 അല്ലേ. 100 - 80 വരും അല്ലേ. 100 - 80. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? = 20 അല്ലേ. 100 - 80 എന്ന് പറഞ്ഞാൽ എത്ര? 20% ലോവർ അല്ലേ. 20% ലോവർ. ഓക്കെ 20% ലോവർ അല്ലേ. അങ്ങനെ ആകുമ്പം എത്രയാണ് ഇവിടെ ലോവർ വരുന്നത്? അപ്പം 20% ആണെന്ത് ലോവർ വരുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സജയൻ്റെ സാലറി നമ്മൾ 100 ആക്കി എടുത്ത്. അപ്പോൾ അജയൻ്റെ സാലറി ആകുമ്പോൾ ഈ സജയൻ്റെ സാലറിയേക്കാൾ 25 കൂടുതലെന്ന് പറഞ്ഞത്. അപ്പോൾ 100 + 25 125 ആയി. ഈ സജയൻ്റെ സാലറി എങ്ങനെ എന്താക്കുക വെച്ചാൽ 100 × 100 ബൈ സജയൻ്റെ സാലറി ബൈ അജയൻ്റെ സാലറി അല്ലേ. ഇനി എന്താക്കുക? സ്മോൾ വെട്ടി ചെറുതാക്കുക അല്ലേ. അതിൽ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെറുതാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 80%. അപ്പം സജയൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? 80% ഓഫ് അജയൻസ് സാലറി. അജയൻ്റെ സാലറിയേക്കാൾ 80% ആണ് എന്ത്? സജയൻ്റെ സാലറി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ സജയൻ്റെ സാലറി എന്താണ്? സജയൻ്റെ സാലറി എന്തായിരിക്കും? ഇവിടെ ഒരു ഈക്വൽ കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു ഈക്വൽ കൊടുക്കണം നിങ്ങൾ അവിടെ. അപ്പോൾ എത്ര? സജയൻ്റെ സാലറി = 100 - 80 അല്ലേ. അപ്പോൾ 100 - 80 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% അല്ലേ. അപ്പോൾ 20% ലോവർ ആണെന്ത്? എന്താണ് ഇവിടെ സജയൻ്റെ സാലറി എന്ന് പറയുമ്പോൾ 20% ലോവർ ദാൻ അജയൻ സാലറി. ഓക്കെ മനസ്സിലായല്ലോ. ദെൻ ഇനി ഇപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററാണ് ടീച്ചർ അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ താങ്ക് യു.